നമ്മുടെ കഥാനായകന് ഒരു സ്പ്രേ കളഞ്ഞു കിട്ടുകയാണ്. ആ സ്പ്രേയുടെ പ്രത്യേകത മറ്റൊന്നുമല്ല, അതടിച്ചാല് എല്ലാ പെൺകുട്ടികൾക്കും അവനോട് ക്രഷ് തോന്നും. അതേപോലെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു പെൺകുട്ടിയോട് ക്രഷ് ഉണ്ട്. അവൻ ആ സ്പ്രേ അവളുടെ മേൽ ഉപയോഗിക്കും. അവൾക്ക് അവനോട് ക്രഷ് അടിക്കുകയാണ്. പിന്നീട് അവൾ അവനെ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. ക്രഷ് അല്ല, പതിയെ പതിയെ അവനെ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. ഒരു ആത്മാർത്ഥ പങ്കാളി എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ. എന്നാൽ എന്തുകൊണ്ടാണ് അവനെ പ്രണയിച്ചെന്ന് അവൾക്ക് അറിയാനായിട്ട് കഴിയുന്നില്ല. ഇതിനുശേഷം അവൻ കുറേയധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവളെ നഷ്ടപ്പെടുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു സ്പ്രേ അവൻ ആരായിരിക്കും കൊടുത്തിട്ടുള്ളത്, എന്തിനായിരിക്കും അവൻ ഇത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അവർക്ക് എന്തൊക്കെ നേട്ടം ഉണ്ടായി, ഈ സ്പ്രേ എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇനിയിപ്പോ അവർ സെറ്റായോ അതോ സെറ്റായില്ലേ, അടിച്ചു പിരിഞ്ഞോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2023 പുറത്തിറങ്ങിയ ലവ് മൈ സെന്റ് എന്ന് പറയുന്ന മൂവിയാണ്. എന്നാ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. സിനിമയുടെ തുടക്കത്തിൽ ഒരു ലാബാണ് കാണിക്കുന്നത്. ആ ലാബിൽ തന്നെ 100 വർഷമായിട്ട് ഇവരൊരു പൂവിനെ തിരയുന്നുണ്ടായിരുന്നു. ഒരു ചെടി, അതിനകത്തുള്ള ഒരു പൂ. അങ്ങനെ അതിനെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ചെടി വെച്ച് ഒരു മരുന്നുണ്ടാക്കി. ഈ മരുന്നുണ്ടാക്കിയ വിവരം ഒരു ചെയർമാനോട് വന്ന് പറയുകയാണ്. ഈ എക്സ്പെരിമെന്റ് ഒക്കെ നടത്താനായിട്ട് പറഞ്ഞ ചെയർമാനോട് അവിടുത്തെ സയന്റിസ്റ്റ് വന്ന് പറയും, അത് വെറും ഒരു എക്സ്പെരിമെന്റ് ആയിട്ടുള്ള വസ്തുവൊന്നുമല്ല, ആ ഒരു പൂ വെച്ച് ഒരു സ്പ്രേ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്പ്രേയുടെ ഉപയോഗം നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും. കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോനെയാണ് കാണിക്കുന്നത്. അവന്റെ പേര് ചാങ്സു എന്നാണ്. അവന്റെന്ന് പറഞ്ഞാൽ ഒരു അലഞ്ഞു തിരിഞ്ഞ ജീവിതമാണ്. ഒരു അടുക്കും ചിട്ടയില്ല, എപ്പോഴും താമസിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഇപ്പൊ തന്നെ രാവിലെ ഓഫീസിലോട്ട് പോകാനായിട്ട് താമസിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എങ്ങനെയൊക്കെയൊക്കെ ഉടുപ്പെടുത്തിട്ട് ഇറങ്ങി ഓടുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ ഒരു പയ്യൻ ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്നുണ്ട്. അവന്റെ അത് തിരിച്ചെടുത്ത് വെച്ച് അവനെ വഴക്ക് പറഞ്ഞിട്ടാണ് പോകുന്നത്. അത്രയും നല്ലൊരു മനുഷ്യനാണ് കേട്ടോ ചാങ്സു. എല്ലാരെയും സഹായിക്കും. പോകുന്ന വഴിക്ക് തന്നെ ഒരു മുത്തശ്ശി ഒരു വണ്ടി തള്ളാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതും അവൻ ഈ സമയമില്ലാത്ത സമയത്ത് തള്ളി സഹായിച്ചു കൊടുക്കുകയാണ്. വീണ്ടും സമയമില്ലാഞ്ഞിട്ട് ഓടുമ്പോൾ വേറെ 2 കപ്പിൾസ് അങ്ങോട്ട് വരും. അവനോട് ചോദിക്കും എവിടാണ് ചർച്ചെന്ന്. അവനും ആ സമയമില്ലാത്ത സമയത്ത് പറഞ്ഞു കൊടുത്തിട്ട് ഓടാനായിട്ട് നിൽക്കുമ്പോൾ അവർ വിടുന്നില്ല. നിങ്ങൾ എന്തായാലും വഴി പറഞ്ഞു തന്നെയല്ലേ, നിങ്ങൾക്കൊരു സമ്മാനം ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അവൻ ഒട്ടും സമയമില്ല, എങ്ങനെയെങ്കിലും ഓഫീസിൽ പോയേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇന്നത്തെ സാലറി കട്ടാവും. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഓടി വരുമ്പോഴാവട്ടെ ബസ് പോയി കഴിഞ്ഞു. പക്ഷെ അവൻ വിടില്ല, എങ്ങനെയെങ്കിലും അതിനകത്ത് തട്ടി അതിനെ നിർത്തും. ബസ്സിന്റെ അകത്ത് കയറിയിട്ട് ഈ കാർഡ് വെക്കുമ്പോൾ അതിനകത്ത് പൈസ ഇല്ല. അവൻ പലതവണയായിട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ഡ്രൈവർ വഴക്ക് പറയും. അവസാനം ഏതൊക്കെയോ കാർഡ് എടുത്ത് വെച്ച് അത് റെഡിയാക്കുകയാണ്. അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ എല്ലാവർക്കും അവന് വെറുപ്പ് പോലാണ്. കാരണം ഒരു വൃത്തിയും മെനയൊന്നും ഇല്ലാതെയാണ് കയറി വന്നേക്കുന്നത്. അവിടെ തന്നെ ഒരു അമ്മമ്മയുണ്ട്. ആ അമ്മമ്മ അവനെ വല്ലാത്ത രീതിയിൽ അപമാനിക്കുന്നുണ്ട്. നീ എന്താടാ കയറി വന്നേക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടേ. എന്തായാലും നമ്മുടെ പാവപ്പെട്ട ഹീറോ ചാങ്സു ആണെങ്കിൽ പതിയെ അവന്റെ സീറ്റിൽ പോയിരിക്കും. ആ മുത്തശ്ശിയുടെ നിന്ന് തെറിവിളിയും കേട്ടിട്ട്. അവൻ ഈ ബസ്സിൽ വരാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ ബസ്സിൽ എല്ലാ ദിവസവും ഒരു പെൺകുട്ടി വരും, അതായത് നമ്മുടെ ഹീറോയിൻ. അവളെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും അവൻ ഈ ബസ്സിൽ കയറുന്നത്. വിചാരിച്ച പോലെ തന്നെ ആ സ്റ്റോപ്പ് എത്തുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള ആറ എന്ന് പറയുന്ന പെൺകുട്ടി അതിന്റെ അകത്തോട്ട് കയറി വരും. അവളെ കണ്ടുടനെ എല്ലാരും, ആ ബസ്സിലുള്ള എല്ലാ ആൺകുട്ടികളും അവളെ നോക്കും. അത്രയും ഭംഗിയാണ്. ആ മുത്തശ്ശിക്ക് വരെ അവളോട് അസൂയാണ്. കാരണം ഓരോ ആൺകുട്ടികളും അവളെയല്ലേ നോക്കുന്നത്, മുത്തശ്ശീനെ നോക്കുന്നില്ലല്ലോ. ഈ മുത്തശ്ശിയുടെ മനസ്സിലൊരു അത്ര ശരിയല്ലല്ലോ, എന്തൊരു പ്രശ്നമില്ലേ. അവിടെ വെച്ച് ചാങ്സുവിന് ഒരു തോന്നലുണ്ടാവുകയാണ്, ഇത്രയധികം ആൺപിള്ളേർ അവളുടെ പിന്നാലെ നടക്കുമ്പോൾ അവൾക്ക് ഡിമാൻഡ് കൂടുതലായിരിക്കും. അപ്പൊ അവനെ പോലെ ഒരാളെ അവൾ നോക്കില്ലല്ലോ. ആ വിഷമത്തിലാണ് അവൻ. പിന്നീട് അവൻ എങ്ങനെയെങ്കിലൊക്കെ ഓടി അവന്റെ ഓഫീസിൽ ചെല്ലും. ഇന്ന് ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുമല്ല, ഇവൻ വന്നതിന് ശേഷം മാനേജർ എല്ലാരെയും അവിടെ പിടിച്ച് അടുക്കി നിർത്തുന്നുണ്ട്. ഓരോ ആൾക്കാരുടെ ഡ്രസ്സിങ്ങിനെ പറ്റി സംസാരിക്കും. അവസാനമായിട്ട് നമ്മുടെ ചാങ്സുവിന്റെ പാന്റും എല്ലാം ചുളുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് മാനേജർ എന്താ ചെയ്യുന്നതെന്ന് അറിയാം, അവന്റെ കാലിലിട്ട് ചവിട്ടും. നീ എന്താടാ ഇതൊന്നും നേരെ ആക്കിയിട്ട് വരാത്തതെന്ന് ചോദിച്ചിട്ട്. അവനൊന്നിനും സമയമില്ല. ഈ നേരം നമ്മുടെ ഹീറോയിൻ ഓഫീസിൽ വന്നിട്ടുണ്ട്. അവളൊരു അക്കൗണ്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കമ്പനിയുടെ വരവും ചെലവും നോക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ആ കമ്പനിയിൽ ചില കള്ളത്തരങ്ങളൊക്കെ അവിടുത്തെ മാനേജർ ഒപ്പിക്കുന്നുണ്ട്. അതൊക്കെ അവൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ പൈസയൊക്കെ തിരിച്ചടയ്ക്കാനായിട്ട് പറയുന്നുണ്ട്. അവള് നല്ല എന്താ പറയാ, ആ കമ്പനിക്ക് വേണ്ടി നല്ല രീതിയിൽ പണിയെടുക്കുന്ന ഒരു എംപ്ലോയി ആണ്. ആ കമ്പനിയെ ചതിക്കാനൊന്നും കൂട്ടു നിൽക്കത്തില്ല. ഇപ്പൊ തന്നെ മാനേജർ പൈസ അടിച്ച് മാറ്റിയപ്പോൾ അത് തിരിച്ചു വെക്കാനായിട്ട് അവള് പറഞ്ഞില്ലേ. വീണ്ടും നമ്മുടെ ചാങ്സുനെ കാണിക്കുകയാണെങ്കിൽ ആ കമ്പനിയിൽ തന്നെ അവനൊരു കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരൻ അറിയാം അവൻ ആ ബസ്സിൽ വരുന്നത് ഒരു പെൺകുട്ടീനെ കാണാനായിട്ടാണെന്ന്. അതുകൊണ്ട് തന്നെ അവ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ഒരു പെൺകുട്ടീനെ എങ്ങനെ വളയ്ക്കണം, ഇങ്ങനെ വളയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ തന്നെ ഒരു റോബോട്ട് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, ആ റോബോട്ടിനെ ഇപ്പം വളച്ച് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആ റോബോട്ടിന്റെ അടുത്ത് കൂട്ടുകാരൻ പോയി നിന്നിട്ട് അതിന് കോഫി കുടിക്കാനായിട്ട് വിളിക്കും. എന്റെ കൂടെ ഒരു ഡേറ്റിന് വരുമെന്ന്. ആ റോബോട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, കൈ പിടിച്ചിട്ട് ഒറ്റ അടിയാണ് അവന്റെ മുഖം നോക്കിയിട്ട്. അവനും ആ അടി വാങ്ങിച്ച് അവിടെ നിന്ന് പോകുന്നതേ ഉള്ളൂ. ചാങ്സ് ഇതൊക്കെ കണ്ട് നെട്ടി നിൽക്കുന്നുണ്ട്. കാരണം റോബോട്ടിന്റെ ഒന്നും വരെ കൂട്ടുകാരൻ അടി വാങ്ങിച്ചിട്ടുണ്ട്. വീണ്ടും ഹീറോയിനെ, അതായത് ആറേനെ കാണിക്കുകയാണെങ്കിൽ ആറയ്ക്ക് ഒരു കൂട്ടുകാരി ഉണ്ട്. ഈ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ കണ്ണി കാണുന്ന എല്ലാവരെയും ക്രഷ് അടിക്കുന്ന ഒരു വ്യക്തിയാണ്. അവൾ ഓരോ ആൺപിള്ളേരെ പറ്റി പറയുന്നുണ്ട്, ഓരോ ആൾക്കാരുടെ ഫോട്ടോ കാണിച്ചിട്ടും അവരുടെ ബോഡി കാണിച്ചിട്ടും. പക്ഷെ ആറ അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല. അവൾക്ക് ഈ ശരീര ഭംഗിയിലൊന്നും വലിയ വിശ്വാസമില്ല. മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളെയാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ അവൾ കുറെ നാളായിട്ട് സിംഗിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. കൂട്ടുകാരി അവളോട് ചോദിക്കും, നീ എല്ലാ വർഷവും ഇങ്ങനെ സിംഗിൾ ആയിട്ട് ഇരിക്കാനായിട്ട് പോവാണോന്ന്. അതിനെന്താ, ഞാൻ സിംഗിൾ ആയിട്ടിരിക്കും, അതിനൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല എന്ന് ആറ പറയുന്നുണ്ട്. അവൾ നല്ല കൂളായിട്ടുള്ള ഒരു ലേഡിയാണ്. വീണ്ടും ചാങ്സുനെയും ടീംസിനെയും കാണിക്കുകയാണെങ്കിൽ ചാങ്സ് അവിടുത്തെ തറയൊക്കെ തുടയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരൻ അവിടെ ഇരുന്ന് എന്തൊക്കെ കണക്കൊക്കെ നോക്കുന്നുണ്ട്. അങ്ങോട്ട് മാനേജർ ഒന്ന് വഴക്കിടും, ഒറ്റ കാറ് പോലും ഈ മാസം വിറ്റയച്ചില്ല എന്ന് പറഞ്ഞിട്ട്. ഇവരൊരു കാറ്
വിൽക്കുന്ന ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ആ നേരമായിരിക്കും അങ്ങോട്ടൊരു വ്യക്തി കയറി വരുന്നത്. അയാൾ വന്നിട്ട് പറയും എനിക്ക് കാറ് വേണമെന്ന്. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇയാൾ എല്ലാ ദിവസവും വന്നിട്ട് കാറ് വേണമെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഒഴിവാക്കാനായിട്ട് ചാങ്സുനെയാണ് പറഞ്ഞു വിടുന്നത്. ചാങ്സു അയാളെയും വിളിച്ച് നല്ല സന്തോഷത്തോടു കൂടി കാർ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അയാൾക്ക് ഇത്തിരി അരവട്ടാന്ന് വേണമെങ്കിൽ പറയാം. ആ കാറിൽ കയറിയിട്ട് കൊച്ചു പിള്ളേർ വണ്ടി ഓടിക്കുന്നത് പോലെ അങ്ങനെയൊക്കെ ഓട്ടിച്ച് കാണിക്കുന്നുണ്ട്. ചാങ്സുവിന് വേറെ വഴിയില്ലാതെ ഇതൊക്കെ കണ്ടവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ച സമയമാവും. അപ്പൊ എന്താ ലഞ്ച് ബ്രേക്ക് ആവും. ലഞ്ച് ബ്രേക്കിന് കഴിക്കാനായിട്ട് ആറേയും കൂട്ടുകാരും കൂടെ ക്യാൻറ്റീനിൽ ചെല്ലും. ക്യാൻറ്റീനിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരി അവിടെ ഒരു പയ്യനെ കാണും. അവിടെ എന്തോ കുക്കങ്ങാണ്ട് ചെയ്യുന്ന പയ്യനാണ്. അവനെ കാണാൻ നല്ല രസമാണ്. അവനെ ഞാൻ എന്തായാലും വളയ്ക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ഈ ആറയുടെ എക്സ് ആണ്. ഇവർ രണ്ടുപേരും ഞെട്ടുന്നുണ്ട്, കൂട്ടുകാരിയും അതുപോലെ തന്നെ ആറയും. പക്ഷേ എക്സ് ഞെട്ടുന്നില്ല. അവൻ അവള് നേരത്തെ ഇവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് അറിയാവുന്നത് പോലെ. അവൻ പറയും നീ പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ക്യാൻറ്റീനിൽ ഫുഡൊന്നും കഴിക്കാതിരിക്കല് അതൊന്നും അത്ര ശരിയല്ലാന്ന്. അവളും പറയും നീ എന്റെ ജീവിതത്തിൽ ഇടപെടാതിരിക്കുന്ന അത്രയും കാലം ഞാൻ ഫുഡൊന്നും കഴിക്കാതിരിക്കത്തില്ല, നീ നിന്റെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവള് പോകും. അതിന്റെ ഇടയിൽ തന്നെ എവളുമായിട്ട് സംസാരിക്കാനായിട്ട് എക്സ് ശ്രമിക്കുന്നുണ്ട്. അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവൾ അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് മാറിപ്പോയി. അങ്ങനെ നമ്മുടെ ചാങ്സുനെ കാണിക്കുകയാണെങ്കിൽ അവ ഒരു കടയിൽ വന്നിട്ടുണ്ട്. കാരണം മാനേജർ പറഞ്ഞിട്ടുണ്ടല്ലോ അവന് വൃത്തിയില്ല, നല്ല കോട്ടൊക്കെ ഇട്ട് വരണമെന്ന്. ചവിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവനൊരു കടയിൽ വന്നിട്ട് അവിടുത്തെ കോട്ട് നോക്കുകയാണ്, ഏതൊക്കെ കോട്ട് വേണമെന്ന്. പക്ഷേ അവിടുത്തെ സെയിൽസ് ലേഡികൾ ഒരു കോട്ടിലും തൊടാനായിട്ട് സമ്മതിക്കത്തില്ല, അതിന് അത്രയും വിലയാണ്. അവനെ അപമാനിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതൊന്നും നിന്നെ കൊണ്ട് കഴിയത്തില്ല, വേറെ കുറഞ്ഞ കോട്ട് വല്ലതും നോക്കാൻ. അവൻ ഈഗോ അടിച്ചിട്ട് ഇവിടുത്തെ കോട്ട് വാങ്ങുമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അതൊക്കെ ഒരുപാട് വിലയാണ്, അവനെ കൊണ്ട് താങ്ങില്ല. അവൻ ഇത് മനസ്സിലാക്കിയിട്ട് ക്ഷമയും പറഞ്ഞ് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ അവിടെ തന്നെ ഒരു കോട്ട് ഉണ്ടായിരുന്നു. അതിനകത്ത് കയറി അറിയാതെ കുടുങ്ങിയിട്ട് അത് വലിഞ്ഞ് കീറി പോവാണ്. ആ ലേഡികളാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിട്ട് മര്യാദയ്ക്ക് നീ ഇത് എടുത്തേ പറ്റൂ, നീയാണ് ഇത് കീറിയത്, അതുകൊണ്ട് എടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് ആ കോട്ട് വാങ്ങിപ്പിക്കും. അവന് വേറെ വഴിയില്ലാതെ അത് വാങ്ങിച്ച് കമ്പനിയിൽ വരും. അവിടെ വന്നിരുന്ന് മോങ്ങാണ് എന്റെ പൈസ പോയെന്ന് പറഞ്ഞിട്ട്. കൂട്ടുകാരൻ വന്ന് നോക്കുമ്പോൾ അവൻ പുതിയ കോട്ടൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അവന്റെ മുഖത്ത് എന്തോ ഒരു സങ്കടം പോലെ. ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെന്ന് പറഞ്ഞ് കൂട്ടുകാരൻ കോട്ടിടും, അത് വീണ്ടും കീറും. ഇത് കാണുമ്പോൾ ചാങ്സുവിന് ഒരുപാട് ദേഷ്യം വരികയാണ്. എന്താടാ കാണിച്ചതെന്ന് ചോദിച്ച് അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും മറ്റൊരു റോബോട്ട് ഉണ്ടല്ലോ അവിടെ വർക്ക് ചെയ്യുന്ന ആ റോബോട്ട് വന്നിട്ട് ഈ കോട്ട് എടുത്തോണ്ട് പോകും. ആ കോട്ട് എടുത്തോണ്ട് പോയിട്ട് ഷട്ടപ്പടയെന്ന് പറഞ്ഞ് തയ്ക്കുകയാണ്. അതിന് അങ്ങനത്തെ കഴിവുകളൊക്കെ ഉണ്ട്. അത് കോട്ടൊക്കെ തയ്ച്ചിട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ കൊണ്ടുവന്ന് എറിഞ്ഞു കൊടുക്കുകയാണ് അവന്മാർക്ക്. വേണമെങ്കിൽ എടുത്തിട്ടോടാന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ തയ്ച്ചിട്ടുമുണ്ട്. രാത്രിയാവുന്ന സമയത്ത് നമ്മുടെ ആറയാണെങ്കിൽ വീട്ടിൽ വരുന്നുണ്ട്. അവിടെ തന്നെ ആറയുടെ അമ്മയും അനിയത്തിയും നല്ല ആഘോഷമാണ്. ആറ വന്ന് വഴക്കുറയും, ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ശല്യമാവാൻ പാടില്ല എന്ന്. കാരണം നെയ്ബേഴ്സ് ഒക്കെ ഉണ്ട്, അവർക്ക് ശല്യമാവത്തില്ല ഇത്ര ഉച്ചത്തിൽ പാട്ടും ബഹളമൊക്കെ വെച്ചാല്. അതുപോലെ തന്നെ ആറയുടെ ക്രെഡിറ്റ് കാർഡിലാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഈ അമ്മയ്ക്ക് ആറയുടെ അനിയത്തിയോട് ചെറിയൊരു സ്നേഹം കൂടുതലുണ്ട്. ആറയുടെ അനിയത്തിക്ക് എല്ലാം നല്ല രീതിയിലാണ് കൊടുക്കുന്നത്, അതും ആറയുടെ പൈസ വെച്ച്. പക്ഷെ ആറയ്ക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. അതിന്റെ വിഷമത്തിൽ അവൾ റൂമിൽ കയറി കതവടക്കുകയാണ്. പിറ്റേന്ന് നമ്മുടെ ചാങ്സു ആണെങ്കിൽ വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് ഒരു ക്യാമ്പിങ്ങിന് പോകും. അവിടെ പോയിരുന്ന് നൂഡിൽസ് കഴിക്കാനായിട്ട് എടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. ഒരു ബോൾ വന്ന് അവന്റെ മുഖത്തടിക്കും. തൊട്ടടുത്ത് നിന്ന് ഒരാൾ ഫുട്ബോൾ കളിച്ചാണ്. അയാൾ ക്ഷമ പറഞ്ഞിട്ട് ചാങ്സുവിനെ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കും. അന്നത്തെ രാത്രി അവരെല്ലാരും കൂടെ ഒരുമിച്ചാണ് സ്പെൻഡ് ചെയ്യുന്നത്. ആ ഒരു മനുഷ്യൻ ചാങ്സു, പിന്നെ ആ ഒരു മനുഷ്യന്റെ മോള്. ഇയാളെ കുടിച്ച് കിണ്ടിയായിട്ട് അയാളുടെ ജീവിതത്തിനെ പറ്റിയൊക്കെ പറയും. അയാളുടെ ഭാര്യ മരിച്ചു പോയെന്ന്. എന്നാൽ ആ കുട്ടി പറയും ഭാര്യ മരിച്ചെന്നും പോയിട്ടില്ല, പകരം ഇയാളുടെ സ്വഭാവം കാരണം അമ്മ പോയതാണെന്ന്. ചാങ്സു അയാളെ സമാധാനപ്പെടുത്തും. എല്ലാം ശരിയാവും, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, നിങ്ങളുടെ ഭാര്യ എന്തായാലും തിരിച്ചു വരുമെന്ന്. ഈ നേരം മറ്റേ ആ ഒരു ഡയറക്ടർ ഉണ്ടല്ലോ, ആ ഒരു കമ്പനിയുടെ ഡയറക്ടർ, അയാൾ തന്റെ ഭാര്യനെ വന്ന് കണ്ടിട്ട് എല്ലാം റെഡിയാവുമെന്ന് പറയുന്നുണ്ട്. എന്ത് റെഡിയാക്കുന്ന കാര്യമാണെന്ന് അറിയത്തില്ല, പക്ഷെ റെഡിയാവുമെന്ന് പറയുന്നുണ്ട്. കട്ട് ചെയ്താൽ നമ്മുടെ ചാങ്സുനെ കാണിക്കുകയാണ്. അവൻ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നടന്നു വരുമ്പോൾ കുറച്ച് ആൾക്കാർ അവനെ ഒളിഞ്ഞു നോക്കുന്നത് പോലെ. അവർ ലൈറ്റ് ഓഫ് ആക്കാനൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ഓഫ് ആവും. അവനെ അറിയത്തില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന്. അങ്ങോട്ട് ഒരാൾ വന്നിട്ട് കുറെ സാധനങ്ങളൊക്കെ തറയിലിടുകയാണ്. ഇവന്റെ ദേഹത്ത് കയറി പിടിച്ചിട്ട് അവനെ പേടിപ്പിക്കും. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും ഈ സാധനങ്ങളൊക്കെ ഒന്ന് പറക്കി തരുമെന്ന്. അവന് ചെന്ന് സഹായിച്ചു കൊടുക്കുകയാണ്. ആ സഹായിക്കുന്ന നേരത്തെ അവന് തറയിന്ന് ഒരു സ്പ്രേ കിട്ടും. ആ സ്പ്രേ എടുത്തതോടെ ആ ഒരു മനുഷ്യനുണ്ടല്ലോ ഇവനെ നോക്കിയിട്ട് പറയും ഞാനാണ് ജീനി, നിനക്ക് ഈ സ്പ്രേ തരാനായിട്ട് വന്നതാണ്, ഇനി നിന്റെ നാളുകളാണ് വരാൻ പോകുന്നത്, ഇത് നീ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൻ ആ സ്പ്രേ കൊടുത്ത് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. യവൻ ഈ സ്പ്രേയുടെ ഭംഗി നോക്കി നിന്നപ്പോൾ അയാൾ അവിടെ നിന്ന് മാറിപ്പോയി. പക്ഷെ ഇത് അത്ഭുതമൊന്നുമല്ല, പകരം മനുഷ്യര് തന്നെയാണ്. എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ചാങ്സുവിനെ ഉപയോഗിക്കുന്നതാണ്. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ കുറച്ച് ആൾക്കാർ ഒളിഞ്ഞു നോക്കുന്നത്, ലൈറ്റ് ഓഫ് ആക്കുന്നതും ലൈറ്റ് കത്തിക്കുന്നതൊക്കെ. ഇതൊക്കെ വെറും സെറ്റപ്പ് മാത്രമാണ്, ഒരിക്കലും അത്ഭുതമോ മറ്റോ ഒന്നുമല്ല. കട്ട് ചെയ്താൽ പിറ്റേ ദിവസം ആകുമ്പോൾ ചാങ്സു ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. പതിവ് പോലെ താമസിച്ചിട്ടാണ് എണീറ്റിരിക്കുന്നത്. അതുമല്ല കഴിഞ്ഞ ദിവസം എന്തൊക്കെ നടന്നെന്ന് അവൻ അറിയാം, പക്ഷെ ഒന്നും ഓർമ്മയില്ല. അവിടെ നോക്കുമ്പോൾ തന്നെ സ്പ്രേ കുപ്പി ഇഴുപ്പോണ്ട് അതെടുത്ത് അടിക്കും. പുതിയ സ്പ്രേ അല്ലേ, അതുമല്ല എന്തൊക്കെ ഓർമ്മയുണ്ട് ആ സ്പ്രേനെ പറ്റി. ഇനി കുടിച്ചത് കൊണ്ട് കണ്ടതാണെങ്കിലോ കഴിഞ്ഞ ദിവസം കുടിച്ച് ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ സ്പ്രേ എടുത്ത് അടിച്ചിട്ട് അവൻ വഴി കൂടെ നടന്നു പോകും. പോകുന്ന വഴിക്ക് തന്നെ അവിടെ നിൽക്കുന്ന ലേഡീസ് എല്ലാം അവന്റെ പിന്നാലെ ചെല്ലുകയാണ്. അത് ഇവനോട് എന്തോ ആരാധന ഉള്ളതുപോലെ, എന്തൊക്കെ സ്നേഹം കൂടി നിൽക്കുന്നത് പോലെ എല്ലാ ലേഡീസും പിന്നാലെ ചെല്ലും. ഇവനും മനസ്സിലാവത്തില്ല അവരെന്താണ് ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നതെന്ന്. വഴി പോകുന്ന എല്ലാവരും, ആ ഒരു സ്പ്രേ മണക്കുന്ന എല്ലാവരും അവന്റെ പിന്നാലെ ചെല്ലുകയാണ്. അവസാനം അവൻ ബസ് സ്റ്റാൻഡിൽ ചെല്ലുന്നുണ്ട്. അവിടെ നിൽക്കുന്ന
നിൽക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഇരിക്കുന്ന പെൺകുട്ടി ഇവനെ നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ആദ്യത്തെ പ്രണയത്തിനെയാണ് അവൾക്ക് ഓർമ്മ വരുന്നത്. അവനെ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ബസ് വരുമ്പോൾ ഇവൻ ആ ബസ്സിൽ കയറും. എല്ലാ പെൺകുട്ടികളും അവന്റെ പിന്നാലെ വന്ന് കയറുകയാണ്. മറ്റേ ആ മുത്തശ്ശി ഉണ്ടല്ലോ, ആ മുത്തശ്ശിക്ക് അവനെ കാണുമ്പോൾ ക്രഷ് ആവും. ഇവൻ പതി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ സീറ്റിൽ പോയിരിക്കും. പക്ഷേ ഈ മുത്തശ്ശി വെറുതെ വിടത്തില്ല. അവനെ കയറി ഉമ്മ വയ്ക്കാനായിട്ട് തുടങ്ങും. മുത്തശ്ശിയുടെ ആദ്യത്തെ പ്രണയത്തിനെ കണക്കാണ് മുത്തശ്ശിക്ക് അവനെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉമ്മ വയ്ക്കുന്നുണ്ട്. ഇവൻ ബഹളം വയ്ക്കുക, എന്നെ വെറുതെ വിടണേ, ഇവർക്ക് പ്രാന്താന്ന് പറഞ്ഞിട്ട്. ഈ നേരം എല്ലാം ബസ് ഓടി ഓടി ആറയുടെ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ആറ കയറി വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഇവനെ എല്ലാരും കൂടെ പൊതിഞ്ഞു നിൽക്കുന്നു. അതുമല്ല അവൾ ആ സ്പ്രേന്റെ മണവും ശ്വസിച്ചിട്ടുണ്ട്. ഉടനടി അവളുടെ മനസ്സ് മാറാണ്. അവനോട് ക്രഷ് തോന്നുന്നുണ്ട്. അവൾക്ക് മനസ്സിലാവത്തില്ല എന്തൊക്കെയാ അവിടെ നടക്കുന്നതെന്ന്. അവൾക്ക് ഇതുവരെ തോന്നാത്തൊരു ഫീലിംഗ് ആണ് തോന്നിയിരിക്കുന്നത്. പക്ഷെ അവൾക്ക് കൺട്രോൾ കിട്ടുന്നുണ്ട്. പതിയെ അവൾ അവളുടെ സീറ്റിൽ പോയിരിക്കും. ഇവനെ പതിയെ പതിയെ നോക്കുകയാണ്. ഇവനെ തിരിച്ച് നോക്കുന്നുണ്ട്. എന്തൊക്കെയാ അവിടെ നടക്കുന്നതെന്ന് അവൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ അത് പ്രണയാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആരോടും തോന്നാത്തൊരു വികാരം അവനോട് തോന്നി. എന്തായാലും നമ്മുടെ ചാങ്സോ ആണെങ്കിൽ ബസ് കയറി കമ്പനിയിൽ ചെല്ലുന്നുണ്ട്. മാനേജർ അവനെ വഴക്ക് പറയാനായിട്ട് നിൽക്കുമ്പോൾ മാനേജർ ആ ഒരു സ്പ്രേ ശ്വസിക്കും. അയാളെ സത്യം പറഞ്ഞ ഒരു ഗേ ആണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ഒക്കെ വരുമോ? ഇല്ല. അങ്ങനെ ഇത് ശ്വസിക്കുമ്പോൾ ചാങ്സിനോട് ക്രഷ് തോന്നാണ്. വഴക്ക് പറയുന്നില്ല. അങ്ങനെ അന്തം വിട്ട് നിൽക്കും. എന്നാ പിന്നെ ഞാൻ പോയി വഴക്ക് പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് കൂട്ടുകാരൻ അവന്റെ പിന്നാലെ ചെല്ലുകയാണ്. ചാങ്സുന് ഒരു വക അറിയാതെ ഒരു സ്ഥലത്ത് വന്ന് അങ്ങനെ മാറിയിരിക്കുന്നുണ്ട്. എടാ ഇന്ന് എന്തൊക്കെയോ പറ്റി, നീ ഒന്ന് മണപ്പിച്ച് നോക്കിയേ, ഈ സ്പ്രേക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ച് കൂട്ടുകാരനെ കൊണ്ട് മണപ്പിക്കും. എന്നാൽ കൂട്ടുകാരൻ മണപ്പിച്ചിട്ടൊന്നും ആവുന്നില്ല. കാരണം അവനൊരാണാണ്. പക്ഷെ മാനേജർ ഒരു ഗേ ആണ്. കൂട്ടുകാരൻ മണപ്പിച്ചിട്ടൊന്നും ആവുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചാങ്സു അവനെ പിടിച്ച് അടുപ്പിക്കും. നോക്കടാ, മണപ്പിക്കടാ എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കും മാനേജർ അകത്തോട്ട് കയറി വരുന്നത്. അയാൾ വന്നിട്ട് അവന്മാരെ അടിക്കാനായിട്ട് ഓടിക്കും. കാരണം ഇയാൾക്ക് ക്രഷ് അടിച്ച പയ്യനാണ് അവിടെ ഇരിക്കുന്നത്. അവന്റെ ദേഹത്ത് കൈവയ്ക്കുന്നത് അയാൾക്ക് സഹിക്കത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും അയാൾ അവനുമായിട്ട് പ്രണയത്തിലായിട്ടുണ്ട്. പ്രണയമൊന്നും പറയാൻ പറ്റത്തില്ല, ക്രഷ് അടിച്ച് എന്താ പറയാ അങ്ങനെ നിൽക്കുന്നുണ്ട്. കട്ട് ചെയ്താൽ നമ്മുടെ ആറിനെ കാണിക്കുമ്പോൾ ആറ് കൂട്ടുകാരി കൂടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയും. കൂട്ടുകാരി ആണെങ്കിൽ വിളിച്ചു കൂവിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ചുറ്റും ആരും ഇല്ലാത്തതുപോലെ. പക്ഷെ എല്ലാരും കേൾക്കുന്നുണ്ട്. കൂട്ടുകാരി ഉറപ്പിച്ച് തന്നെ പറയും, നിനക്ക് അവനോട് പ്രണയാടി, അല്ലാതെ ഇങ്ങനെ ഹൃദയമൊന്നും ഇടിക്കത്തില്ല എന്ന്. നമ്മുടെ ആറയ്ക്ക് നല്ല രീതിയിൽ നാണം വരുന്നുണ്ട് കേട്ടോ. അവളും അങ്ങനെ ഇരിക്കുകയാണ്. അതേപോലെ തന്നെ ആറയ്ക്കും അതുപോലെ തന്നെ ചാങ്സുനും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ഡോക്യുമെന്റ് ആയിട്ട് ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. മനഃപൂർവ്വം ഇവരുടെ ഇടയിൽ ആ ഒരു സ്പ്രേ കൊണ്ടിട്ടിട്ട് ഇവരെ പ്രണയത്തിലാക്കി എന്തോ എക്സ്പെരിമെന്റ് ചെയ്യുന്നതാണ് ആൾക്കാർ. അവരാരോ കണ്ടാണ് ഇവരെ നിരീക്ഷിക്കുന്നത്. എന്നാൽ ഇവർക്ക് ഇത് കൃത്യമായിട്ട് അറിയത്തില്ലല്ലോ. ചാങ്സ് തെറ്റിദ്ധരിച്ചേക്കുന്നതാണ് ദൈവം മറ്റോ കൊണ്ടു തന്നെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ആറ ഒരു മോളിൽ വന്നിട്ടുണ്ട്. അവിടെ തന്നെ ചാങ്സും വന്നിട്ടുണ്ട്. ആ മാളിൽ നിന്നാണ് അവൻ കോട്ട് എടുക്കുന്നത്. ഇപ്പൊ അവൻ വന്നിരിക്കുന്നത് വേറൊന്നിനുമല്ല, കോട്ട് എടുക്കാനായിട്ടാണ്. അവിടെ വന്ന ആ സ്ത്രീകളെ മയക്കിയിട്ട് കോട്ട് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് അവൻ അവിടെ ചെല്ലും. ആ ലേഡി അവനെ വീണ്ടും പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കും. പക്ഷെ അവൻ ഇപ്രാവശ്യം ആ സ്പ്രേ എടുത്ത് അടിക്കുകയാണ്. അത് അടിച്ചതോടെ ആ ലേഡിക്ക് അവനോട് പ്രണയം തോന്നും. അതുപോലെ തന്നെ ബാക്കി നിൽക്കുന്ന ആൾക്കാർക്കും പ്രണയം തോന്നും. പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ വന്ന് അവനെ പൊതിയാണ്. കുറച്ച് ലേഡികൾ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇവനിത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. പതിയെ പതിയെ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടും. എങ്ങനെയൊക്കെ അവ ഓടി താഴെ ഇറങ്ങി വരുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഒളിച്ച് നിൽക്കുകയാണ്. ആ ലേഡികൾ ഇവനെ കാണാതെ ഒരു സ്ഥലത്തോട്ട് മാറിപ്പോവും. അപ്പോഴായിരിക്കും ആറ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്. ആറയ്ക്ക് നേരത്തെ അവനോട് ക്രഷ് അടിച്ചായിരുന്നല്ലോ, ആ ഒരു ഫീൽ അടിച്ചായിരുന്നു. ഇപ്പൊ അവന്റെ ഈ ഒരു നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് അവനെയും പിടിച്ചൊരു സ്ഥലത്തോട്ട് മാറി വന്ന് ഒളിച്ച് നിൽക്കുകയാണ്. അവിടെ ഒളിച്ച് നിൽക്കുമ്പോൾ ആ ലേഡികളൊക്കെ വീണ്ടും ഇവരെ കാണാതെ ഓടിപ്പോവും. പക്ഷെ ആറയ്ക്ക് കൺട്രോൾ കിട്ടുന്നില്ല. അവളുടെ ശരീരം അവളുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല. അവൾ പെട്ടെന്ന് തന്നെ അവനെ ചാടി കയറി ഉമ്മ വയ്ക്കാനായിട്ട് തുടങ്ങും. അവനും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അവള് വിടുന്നില്ല, കടിച്ചു പറിക്കുകയാണ്. പെട്ടെന്നാണ് അവൾക്ക് ബോധം വരുന്നത്. എന്താ പറ്റി, എന്താ നടന്നേ ഒന്നും അറിയത്തില്ല. അയ്യോ അറിയാതെ പറ്റിയതാ, സോറി എന്ന് പറഞ്ഞിട്ട് അവള് നാണിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവും. അവനും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കാരണം അവന്റെ ക്രഷാണ് അവന് ഉമ്മ കൊടുത്തത്. പിറ്റേ ദിവസം ആറ് ഓഫീസിൽ പോയിട്ട് ഇതിനെ പറ്റിയൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. കൂട്ടുകാരി വന്നിട്ട് എന്താ മോളെ എന്താ ആലോചിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് പറയണമെന്നുണ്ട്. പക്ഷെ ഈ വട്ടത്തിന്റെ അടുത്ത് പറഞ്ഞാല് അവള് കളിയാക്കി കൊല്ലും. അതുകൊണ്ട് തന്നെ ഒന്നും പറയുന്നില്ല. ബാ നമുക്ക് ലഞ്ച് കഴിക്കാൻ പോവാന്ന് പറഞ്ഞ് നമ്മുടെ ആറേനെയും പേടിപ്പിച്ചിട്ട് കൂട്ടുകാരി അവിടെ നിന്ന് പോവാണ്. ഇപ്പം നമ്മുടെ ചാങ്സു ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഈ മാനേജറിന് അവനോട് മുടിഞ്ഞ പ്രണയമല്ലേ. അതുകൊണ്ട് തന്നെ അവനെ ഡിന്നറിന് വിളിക്കും. നമുക്ക് ഒരുമിച്ച് പോയി കഴിച്ചാലോ എന്ന്. ഫ്രീ ആണെങ്കിൽ കൂട്ടുകാരനെ കൂടെ വിളിക്കും. അങ്ങനെ അന്ന് രാത്രി ഇവരെല്ലാരും കൂടെ ഒരു ഹോട്ടലിൽ പോയി കഴിക്കുകയാണ്. ചാങ്സുവിന് ഫുഡ് എടുത്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും പ്രണയത്തിലാണ് മാനേജർ. ഇവരിങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അതേ റെസ്റ്റോറന്റിലോട്ട് തന്നെ ആറേയും കൂട്ടുകാരിയും വന്നിട്ടുണ്ട്. പിന്നെ ഈ കൂട്ടുകാരിയോട് ആറ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കിസ് നടന്ന കാര്യം. അത് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. എക്സാക്ട് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇവർ രണ്ടുപേരും കൂടെ അവിടെ വന്നിരിക്കുമ്പോഴായിരിക്കും ആറ ഇത് കാണുന്നത്. ആറ പേടിച്ചിട്ട് കൂട്ടുകാരിയോട് പറയും, ഞാൻ പറഞ്ഞ ആ പയ്യനില്ലേ ബസ്സിൽ വെച്ച് എനിക്ക് ക്രഷ് അടിച്ച്, അവനെ അത് നോക്കിക്കെന്ന് പറയുമ്പോൾ കൂട്ടുകാരി ചാടി എണീക്കും. എവിടെ അവനോ കാണിരുന്ന് പറഞ്ഞിട്ട്. ചാങ്സ് ഈ ബഹളം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആറേനെ കാണുന്നുണ്ട്. രണ്ടുപേരും നാണിച്ച് നിൽക്കുകയാണ്. ആറ പെട്ടെന്ന് തന്നെ എണീച്ച് പോകാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കൂട്ടുകാരി വിടില്ല. അവിടെ നിന്നില്ല, എനിക്ക് അവനോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പോ കൂട്ടുകാരനും ഇത് കാണുന്നുണ്ട്. കൂട്ടുകാരിയെ കണ്ടപ്പോൾ ക്രഷ് അടിക്കുകയാണ്. ഞാൻ അവളുമായിട്ട് പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് എണീക്കുമ്പോൾ ചാങ്സ് സമ്മതിക്കുന്നില്ല. കാരണം അവന്റെ ക്രഷാണ് തൊട്ടടുത്തിരിക്കുന്നത്. സംസാരിക്കണ്ടെന്ന് പറഞ്ഞ് അവനും പിടിച്ച് നിർത്തും. ആറെ സമ്മതിക്കുന്നില്ല. അതുപോലെ ചാങ്സും സമ്മതിക്കുന്നില്ല. അവസാനം ചാങ്സും ആണെങ്കിൽ കുടിച്ച് ഫിറ്റായിട്ടുണ്ട്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയിട്ടുമില്ല. ആറേയും അതുപോലെ കൂട്ടുകാരിയും ഫിറ്റായിട്ടുണ്ട്. ഇപ്പൊ ആറയാണെങ്കിൽ എനിക്ക് പോകാൻ സമയം
എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീക്കും. ചാങ്സുവിന്റെ കൂടെയുള്ള ബാക്കി രണ്ടാൾക്കാർ ഫിറ്റായി കേട്ടോ. അതുകൊണ്ട് തന്നെ ചാങ്സു അവിടെ നിന്ന് പോവുകയാണ്. ആറയുടെ പിന്നാലെ ഫോളോ ചെയ്തു പോകും. ആറ നല്ല ഫിറ്റാണ്, വീഴാനൊക്കെ പോകുന്നുണ്ട്. അവൾ എങ്ങനെയൊക്കെ നടന്നൊരു ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കും. അവനും അവിടെ ചെന്നിട്ട് ആ പെർഫ്യൂം ഉപയോഗിക്കണോ വേണ്ടോ എന്ന് അറിയാൻ പാടില്ല എന്ന് നിൽക്കും. പക്ഷെ അവന്റെ മനസ്സിലൊരു കുറ്റബോധം, അവൻ ആ പെൺകുട്ടീനെ പറ്റിക്കുന്നത് പോലെ. അവൾക്ക് യഥാർത്ഥത്തിൽ അവനോട് ഇഷ്ടമല്ലെങ്കിലോ, ഈ പെർഫ്യൂം തീർന്നു പോയാൽ അവൾക്ക് ഇഷ്ടം കുറഞ്ഞാലോ, ആ ഒരു പേടിയൊക്കെ അവനുണ്ട്. അതുകൊണ്ട് തന്നെ പെർഫ്യൂം ഉപയോഗിക്കുന്നില്ല. പകരം അവളുടെ അടുത്ത് പതിയെ പോയിരിക്കുകയാണ്. രവളി ഫിറ്റില് അവനോട് ചോദിക്കും, എന്തേ എനിക്ക് നിന്നെ ഓർമ്മയുണ്ട്, എനിക്ക് നിന്നോട് ക്രഷാണ്. ഇത് കേൾക്കുന്ന അവൻ പേടിച്ച് പതിയെ മാറിപ്പോനായിട്ട് നിൽക്കുമ്പോൾ അവൾ വിളിച്ചിട്ട് ചോദിക്കും, എന്തേ നിനക്ക് എന്റെ കൂടെ കിടക്കണോ? കട്ട് ചെയ്താൽ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു കിടക്കൽ വന്ന് കിടക്കുകയാണ്. ആരുടെ വീടാന്ന് അറിയത്തില്ല, പക്ഷെ ഒരുമിച്ച് ഒരു കിടക്കൽ വന്ന് കിടക്കുന്നുണ്ട്. ഇവരുടെ ഇടയിൽ എല്ലാം നടന്നും കഴിഞ്ഞിട്ടുണ്ട്. ചാങ്സ് രാവിലെ ആകുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോൾ അവളെയാണ് കാണുന്നത്. അവൻ അനങ്ങാതെ കിടക്കും പേടിച്ചിട്ട്. കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് ബോധം വരും. അവൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഇവരുടെ ഇടയിൽ എല്ലാം നടന്നു കഴിഞ്ഞു. പതിയെ അവള് അനങ്ങി അനങ്ങി ഇറങ്ങി രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. അവൻ അറിയാതെ ഇവര് കഴിഞ്ഞ രാത്രിയിൽ കുടിച്ച ഫിറ്റിൽ ചെയ്തു പോയതാണ്. ആറ് എണീറ്റ് പോകാൻ നേരത്ത് അവൻ നിക്കറിന്റെ പുറത്ത് എണീക്കും. എന്നിട്ട് അറിയാതെ പറ്റിയതാണ്, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതെന്നല്ലാന്ന് അവൻ പറയും. അവനൊരു നിക്കർ മാത്രമേ ഇട്ടിട്ടുള്ളൂ, പാന്റ് പോലും ഇട്ടിട്ടില്ല. അവളും എന്നോട് ക്ഷമിക്കണം, അറിയാതെ പറ്റിയതാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പിന്നീട് അവനാണെങ്കിൽ ഒരു സ്ഥലത്ത് മാറിയിരുന്ന് ടെൻഷൻ അടിക്കുകയാണ്. അവനെ അറിയത്തില്ല എന്താണ് നടന്നതെന്ന്. അവൻ സ്പ്രേ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ അവൾക്ക് അവനോട് പ്രണയമുണ്ട്. അതുപോലെ അവള് പുറത്തു വന്ന് നിന്ന് തലേക്ക് ഒരു പോസ്റ്റിൽ ഇടിച്ച് അയ്യോ അറിയാതെ പറ്റിയെന്ന് വിളിച്ച് നിലവിളിക്കുകയാണ്. കുറച്ച് ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട്. ഇവൾക്ക് ഭ്രാന്താണെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്തായാലും ആ സമയം അങ്ങോട്ട് ബസ് വരുന്നുണ്ട്. അവൾ ഡെയിലി പോകുന്ന ബസ്സാണ്, ഓഫീസിൽ പോയല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ ആ ബസ്സിൽ കയറും. അവൾ പതിയെ പതിയെ നോക്കിയിട്ടാണ് കയറുന്നത്, അതിനകത്ത് ചാങ്സും ഉണ്ടോ ഇല്ലയെന്ന്. നോക്കുമ്പോഴൊന്നും ചാങ്സും ഇല്ല. പക്ഷെ അവൾ അകത്തോട്ട് കയറി വരുമ്പോൾ ചാങ്സ് ഒളിച്ചു നിന്നെയാണ് അവളെ ഫേസ് ചെയ്യാൻ മടിയായതുകൊണ്ട് തന്നെ. ഇപ്പൊ അവനെ കാണും. അവള് പതിയെ നാണിച്ചിട്ട് തൊട്ട് സൈഡിൽ പോയിരിക്കും. അതുപോലെ തന്നെ അവനും നാണിച്ചൊരു സൈഡിൽ ഇരിപ്പുണ്ട്. അവനോട് അവൾക്കും മിണ്ടണമെന്നുണ്ട്, അവളോട് അവനും മിണ്ടണമെന്നുണ്ട്. പക്ഷെ രണ്ടുപേർക്കും അതിനുള്ള ധൈര്യമില്ല. എന്തായാലും ബസ് ആറയുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ അവൾ ഇറങ്ങിപ്പോവും. പക്ഷെ ചാങ്സ് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. അവളെ വിളിച്ചിട്ട് ആ ഒരു ബിസിനസ് കാർഡ് പേടിച്ച് കൊടുക്കുകയാണ്. അവളും പേടിച്ച് അത് വാങ്ങുന്നുണ്ട്. അതിനകത്ത് അവന്റെ നമ്പർ എഴുതി കൊടുത്താണ് വിളിക്കാനായിട്ട്. പിന്നീട് ചാങ്സ് ഓഫീസിൽ പോയിട്ട് കൂട്ടുകാരനെ കാണും. കൂട്ടുകാരനോട് അവന്റെ കുറ്റബോധങ്ങൾ പറയും. ഇപ്പൊ കള്ളത്തരം പറഞ്ഞ് പ്രണയത്തിലോട്ട് കടക്കുകയാണെങ്കിൽ അത് ചെയ്യുന്നത് തെറ്റാണോ എന്ന്. പക്ഷെ കൂട്ടുകാരൻ പറയും അത് തെറ്റെന്നല്ല, പ്രണയത്തിലായതിനു ശേഷം അവളോട് സത്യം പറഞ്ഞാൽ മതി, അങ്ങനെ പറയാതിരിക്കുന്നതാണ് തെറ്റെന്ന് കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കും. എന്നാലും നല്ല കുറ്റബോധമുണ്ട് ചാങ്സുവിന്. അറിയത്തില്ല അവൻ ചെയ്യുന്നത് തെറ്റാണോ അതോ തെറ്റല്ലേന്ന്. ഇവൻ ഒരു തവണ അവളുടെ മുമ്പിൽ ആ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ടുള്ളൂ, പിന്നീട് ഉപയോഗിച്ചിട്ടില്ല. ഒന്നല്ല 2 തവണ. ഒന്ന് ബസ്സിൽ വെച്ചും മറ്റേ മാളിൽ ആ സ്ത്രീകളെ വീഴ്ത്താനായിട്ട് പോയപ്പോൾ അവൾ അറിയാതെ ശ്വസിച്ചതും. അങ്ങനെയല്ലേ കിസ് നടന്നത്. കിസ് മാത്രമല്ല, ഇപ്പൊ ഇവരുടെ ഇടയിൽ റിലേഷനും നടന്നിട്ടുണ്ട്. ഈ നേരം നമ്മുടെ ആറയാണെങ്കിൽ ഓഫീസിൽ വന്നിട്ടുണ്ട്. കൂട്ടുകാരി വിശക്കുന്നുണ്ട്, വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് ആറേനെ വിളിച്ച് പുറത്തോട്ടിറങ്ങും. ആ കാര്യം പറയുന്നില്ല, കഴിഞ്ഞ രാത്രി ചാങ്സുവിന്റെ കൂടെയാണ് അവള് കിടന്നുറങ്ങിയെന്നുള്ള കാര്യം. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ പുറത്തോട്ട് നടന്നു പോകുമ്പോൾ അവിടെ ഒരു കൈ നോക്കുന്ന ആളുണ്ട്. അറയ്ക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, എന്നാലും അതിന്റെ അകത്ത് കയറി ചെല്ലും. അയാളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. അയാളൊരു മരമണ്ടനാന്ന് വേണമെങ്കിൽ പറയാം. ഓരോ വിഡിത്തരങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാണ്. നീ സ്നേഹിക്കാൻ പോകുന്ന ആള് നിന്നെ കളഞ്ഞിട്ട് പോകും, അവനൊരു ധൈര്യം ഇല്ലാത്തവനാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവൾ അതിനെല്ലാം ഒരു റീസൺ പറഞ്ഞു കൊടുക്കും. ഞാൻ അവന് പകരം നല്ല രീതിയിൽ ഇരുന്നോളാന്നൊക്കെ പറഞ്ഞിട്ട് ഈ മന്ത്രവാദി എന്ത് പറഞ്ഞാലും അവനെ പറ്റി മോശമായിട്ടാണ് പറയുന്നത്. അവൻ എന്തായാലും അവളുടെ ഹൃദയം തകർക്കുമെന്നാണ് ഈ മന്ത്രവാദി പറയുന്നത്. ആണോ, അങ്ങനാണോ, എന്നാൽ കുറച്ച് പൈസ പിടിച്ചെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കുറച്ച് പൈസ എടുത്തു കൊടുക്കും. അപ്പൊ അയാൾ നല്ലത് പറയാണ്, എന്തായാലും അവൻ നീയായിട്ട് പ്രണയത്തിലാവും, നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ പോകുന്നു. അത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരിക്ക് മനസ്സിലായി ഇതെല്ലാം തട്ടിപ്പാണെന്ന്. അതുപോലെ കുറെ അധികം സയന്റിസ്റ്റുമാര് പല ആൾക്കാരിൽ ഈ എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. നമ്മുടെ ചാങ്സുന്റെയും അതുപോലെ തന്നെ ആറയുടെയും ദേഹത്ത് നടത്തിയതുപോലെ തന്നെ. എന്നാൽ ആകെ എക്സ്പെരിമെന്റ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നത് ചാങ്സുന്റെയും അവളുടെ അടുത്താണ്. പക്ഷെ ആ സ്പ്രേ അവൻ 2 തവണ യൂസ് ചെയ്തിട്ടുള്ളൂ, പിന്നീട് യൂസ് ചെയ്തിട്ടില്ല. എന്നാലും അവൾക്ക് അവനോട് ആദ്യം തോന്നിയ ആ ഫീൽ ഇപ്പൊ കിട്ടുന്നുണ്ട്. ഇപ്പൊ അവളെ കാണിക്കുകയാണെങ്കിൽ രാത്രി വന്ന സമയത്ത് അവൾ അവളുടെ റൂമിൽ വന്നിട്ടുണ്ട്. അവള് മീനിനെയൊക്കെ വളർത്തുന്നുണ്ട്. ആ മീനിന്റെ അടുത്തൊക്കെ വന്ന് സംസാരിക്കുകയാണ് നല്ല സ്നേഹത്തോടു കൂടി. നിങ്ങൾക്കറിയാമോ, ഞാനൊരു നല്ല പയ്യനെ കണ്ടുമുട്ടി, അവനെ കാണാൻ എന്ത് അടിപൊളിയാണെന്ന് അറിയാമോ, അതുപോലെ എന്റെ ഹൃദയമൊക്കെ ഇങ്ങനെ ഇടുപ്പ് കൂടുകയാണ്, എങ്ങനെ പറഞ്ഞു തരാ, ഇതിനൊക്കെ നിങ്ങൾ എങ്ങനെ മറുപടി പറയാം, എങ്ങനെയൊക്കെ ആ മീനോട് സംസാരിക്കുകയാണ്. അവളുടെ ആ ഇമോഷൻസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചാങ്സു ആണെങ്കിൽ രാത്രി ആകെ ടെൻഷനായി. നമ്പർ കൊടുത്തിട്ട് അവൾ വിളിച്ചില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവന്റെ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. അത് അവൾ അയച്ചതാണ്. ഒന്ന് നേരിട്ട് കാണാൻ പറ്റൂ, ഇന്ന സ്ഥലത്ത് വന്നാൽ മതിയെന്ന്. പിറ്റേ ദിവസം തന്നെ രണ്ടുപേരും കൂടെ ഓരോ ഡ്രസ്സായിട്ട് സെലക്ട് ചെയ്യും. ഏതിൽ പോകണമെന്ന് അറിയാൻ പാടില്ലാതെ പല ഡ്രസ്സായിട്ട് ഇട്ട് നോക്കും. അവസാനം രണ്ടുപേരുടെയും ജോലിക്ക് പോകുന്ന ഡ്രസ്സ് ഇട്ടിട്ട് രണ്ടുപേരും കൂടെ ഒരു അക്വ പാർക്കിൽ ചെല്ലും. ആറയ്ക്ക് മീൻ എന്നൊക്കെ പറഞ്ഞ ജീവനാണ്, അതുകൊണ്ടാണ് അവൾ ഈ സ്ഥലം സെലക്ട് ചെയ്തത്. അവന് കണ്ടപ്പോഴേ മനസ്സിലായി ആറയ്ക്ക് മീൻ ഒരുപാട് ഇഷ്ടമാണെന്ന്. അങ്ങനെ അവളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. രണ്ടുപേർക്കും നല്ല രീതിയിൽ നാണം വരുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യും. അവളടുത്ത് അവനെ കൊണ്ട് സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല. അതുപോലെ തന്നെ പ്രപ്പോസ് ചെയ്യാനായിട്ട് കയ്യിൽ വഴികളൊക്കെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു വരി അവളെ വായിച്ച് കേൾപ്പിക്കും. പക്ഷെ അത് റെഡി ആവുന്നില്ല. അവൾക്ക് മനസ്സിലായി. കൈ പിടിച്ച് നോക്കുമ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ അവളോട് പറയും,
പറയും തന്നെ എനിക്ക് ഇഷ്ടമാണെന്ന്. അത് കേൾക്കുമ്പോൾ ഇങ്ങനെയാണോടാ പ്രപ്പോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവള് മാറിപ്പോ പിന്നാലെ അവനും ചെല്ലും. അവൾക്ക് മനസ്സിലായി അവൾക്കും അവന് ഇഷ്ടമാണ്, അവനും അവളെ ഇഷ്ടമാണെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ച് സെറ്റായിട്ട് നടന്നു പോവാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് തിരിച്ച് നടന്നു പോവാണ്. ആറേനെ കൊണ്ടാക്കാനായിട്ട് ചാങ്സ് നടന്നു പോകുന്നുണ്ട്. പതിയെ നടന്നു പോകുമ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിക്കണമെന്നുണ്ട്. പിടിക്കാനായിട്ട് വരുമ്പോൾ ഇത് അവള് കാണും, പക്ഷെ അവൻ പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അവനെ ചേർത്ത് പിടിക്കുകയാണ്. രണ്ടുപേരും കൂടെ കൈയൊക്കെ പിടിച്ച് അങ്ങനെ നടന്നു പോകും. അവസാനം അവളെ വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട്. അവളോട് കയറി പോകാനായിട്ട് പറയും. കാരണം അവൾ പോയതിനു ശേഷം എവൻ പൊക്കോളാന്ന്. എവന് ടാറ്റയൊക്കെ പറഞ്ഞ് അവളെ കയറ്റി വിട്ടിട്ട് അവിടെ നിന്ന് പോവാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇവർ നല്ല രീതിയിൽ ഡേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. ഒരിക്കലും ആദ്യം കണ്ടതുപോലെ ആ ഒരു അട്രാക്ഷൻ അല്ല, പകരം ഇവർ സംസാരിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. നല്ല രീതിയിൽ കണക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. നല്ല ബോണ്ടായി മാറുന്നുണ്ട്. ഇവർ ഈ നല്ല രീതിയിൽ സമയം പങ്കിടുന്നേക്ക് ആരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ഫോട്ടോ ആറയുടെ എക്സിന്റെയിലാണ് കിട്ടുന്നത്. എക്സ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇതൊക്കെ കണ്ട് ആകെ ടെൻഷൻ അടിക്കുകയാണ്. ആ നാറിക്ക് അവള് സെറ്റായി എന്ന് വിചാരിച്ചിട്ട് അവനൊരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആറയോട് ഇപ്പോഴും അവന് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആറ ഒരാളുമായിട്ട് പോകുന്നത് അവന് കണ്ടു നിൽക്കാനായിട്ട് കഴിയത്തില്ല. അതും ആറ ഇപ്പൊ സെറ്റായിട്ടുണ്ട്. അത് അവനെ കൊണ്ട് ഒരിക്കലും സഹിക്കാനായിട്ട് കഴിയത്തില്ല. ആ ദേഷ്യത്തിലാണ് എക്സ്. അങ്ങനെ ഒരു ദിവസം ആറയും അതുപോലെ തന്നെ ചാങ്സും കണ്ടുമുട്ടിയിട്ടുണ്ട്. കൂട്ടുകാരിയെ ചാങ്സുന് പരിചയപ്പെടുത്തി കൊടുക്കും. പക്ഷേ ഈ കൂട്ടുകാരിയാണെങ്കിൽ ചാങ്സുനെ നോക്കിയിട്ട് അത്ര കൊള്ളത്തൊന്നുമില്ല. നീ എന്താ അവനെ സെലക്ട് ചെയ്ത്? അങ്ങനെയൊക്കെ ഭയങ്കര ഉറക്ക ചോദിക്കുകയാണ്. അതും അവൻ കേൾക്കൊക്കെ രീതിയിൽ അവന് വിഷമാവത്തില്ലേ? എന്തായാലും അവളുടെ ഈ അലപ്പ് കണ്ടിട്ട് ചാങ്സ് പറയും, എന്റെ ഒരു കൂട്ടുകാരൻ കൂടെ വരുന്നുണ്ട്, അവനോട് വരുമ്പോൾ അടിപൊളിയായിരിക്കും എന്ന്. അവൾക്കൊരു ഹാണിന്റെ ചിന്ത മാത്രമേ ഉള്ളൂ. അവള് പറയും, ആണോ? അവന് എത്ര ഹൈറ്റ് ഉണ്ട്? അവനെ കാണാൻ കൊള്ളാമോ? അവനൊരു 6 അടി ഹൈറ്റ് എങ്കിലും വേണം, അതുപോലെ അവനെ കാണാൻ കൊള്ളണം, അങ്ങനെയൊക്കെ പറയാണ്. ചാങ്സ് പറയും, നീ വിചാരിക്കുന്ന കണക്കൊക്കെ ഉണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയാണെന്ന്. അങ്ങനെ കൂട്ടുകാരൻ വരും. പക്ഷെ കൂട്ടുകാരനെ കാണുമ്പോൾ കൂട്ടുകാരിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇതാണോ ആള്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹലോ, എന്റെ പട്ടിക്ക് തീറ്റ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ എണീറ്റ് പോവാണ്. പക്ഷേ അവൾ ഇത്ര അപമാനിച്ചിട്ട് ഇറങ്ങി പോകുമ്പോൾ ആറെ പിടിച്ചിരുത്ത്, നിനക്കതിന് പട്ടിയില്ലല്ലോ ഇവിടെ ഇരുന്നേന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ കൂട്ടുകാരൻ ഈ അപമാനമൊന്നും വലിയ കാര്യമാക്കി എടുക്കാതെ അവളോട് പറയും, നിന്റെ പട്ടി ഞാൻ ആയിക്കൊള്ളാന്ന്. എന്നിട്ട് ഓരോ ആക്ഷനൊക്കെ കാണിക്കുകയാണ്. എന്തായാലും മറ്റോടെ നല്ല രീതിയിൽ അപമാനിക്കുന്നുണ്ട്. ഇതിലും നല്ലൊരു പട്ടീനെ വാങ്ങിച്ച് വളർത്തുന്നതാണെന്ന്. ഇതിനുശേഷം ഇവർ 4 പേരും കൂടെ പോയി ഗെയിം കളിക്കും. ഒരു ഗോസ്റ്റ് ഹൗസ് പോലെ. ആ ഗോസ്റ്റ് ഹൗസിനകത്തോട്ട് ആറയും ചാങ്സും കയറി വരുമ്പോൾ അവിടെ മൈക്കിൽ അനൗൺസ് ചെയ്ത് വെക്കുന്നുണ്ട്, മറ്റൊന്നല്ല തമ്മി കിസ് ചെയ്യാൻ പാടില്ലാന്ന്. ഇവർക്കറിയത്തില്ല ആരാ കിസ് ചെയ്തതെന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ കൂട്ടുകാരനും കൂട്ടുകാരി സെറ്റ് ആയിട്ടുണ്ട്. രണ്ടുപേരും കൂടെ മുടിഞ്ഞ ഉമ്മ വെപ്പ്. പെട്ടെന്ന് തന്നെ ചാങ്സ് പോയി പിടിച്ചു മാറ്റാണ്. അതുപോലെ തന്നെ ആറ കൂട്ടുകാരിനെയും പിടിച്ചു മാറ്റുന്നുണ്ട്. രണ്ടിനെയും പിടിച്ചു മാറ്റാനായിട്ട് നോക്കുമ്പോൾ നടക്കുന്നില്ല. രണ്ടുപേരും കൂടെ ഒട്ടി നിൽക്കുകയാണ്. എനിക്ക് കെട്ടിപ്പിടിക്കണം, ഉമ്മ വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ അടുത്തിട്ടുണ്ട്. രണ്ടുപേരും പ്രണയത്തിലായിട്ടുണ്ട്. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെയൊക്കെ ആയി. ഇതിനുശേഷം ചാങ്സും ആറയും കൂടെ ഒരു സ്ഥലത്ത് പോയി നിൽക്കും. ആറ അവളെ പറ്റിയൊക്കെ പറയാണ്. ആറയ്ക്ക് ഒരു അസൂയുണ്ട്, മറ്റൊന്നുമല്ല അവൾക്ക് അവളുടെ അനിയത്തിയുടെ ജീവിതം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെ? അവളുടെ അനിയത്തിക്കാണെങ്കിൽ നല്ലൊരു ജീവിതം കിട്ടിയിട്ടുണ്ട്. അമ്മ എപ്പോഴും അനിയത്തിയുടെ കാര്യമാണ് ചോദിക്കുന്നത്, അതുപോലെ എപ്പോഴും അനിയത്തിയുടെ കാര്യമാണ് നോക്കുന്നത്. പിന്നെ അനിയത്തിക്ക് വലിയൊരു സിംഗർ ആവണമെന്നാണ് ആഗ്രഹം. ഇതൊക്കെ ചാങ്സുവിനോട് പറയും. ചാങ്സ് ചോദിക്കും, നിനക്ക് ഇപ്പോഴും ആഗ്രഹമാണോ അനിയത്തിയെ പോലെ ആവണമെന്ന്? എന്നാ പിന്നെ എന്നെ നഷ്ടപ്പെട്ടു പോകത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, നിന്നെ കണ്ടത് മുതൽ എന്റെ ആഗ്രഹം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് നീ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നുമില്ല, എനിക്ക് നീ ആയിട്ട് ജീവിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ അവർ തിരിച്ച് നടന്നു പോകാനായിട്ട് നിൽക്കുമ്പോൾ ചാങ്സ് പറയും, വെയിറ്റ് ചെയ്തേ, ഇവിടെ ഇരുന്നേ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ഇരുത്തിയിട്ട് അവൻ ഓടിപ്പോവാണ്. കുറച്ച് കഴിയുമ്പോൾ അവൻ തിരിച്ചു വരും. അവളുടെ മുമ്പിൽ കുറെ അധികം മരുന്ന് തട്ടിയിട്ട് കൊടുക്കും. അവൻ ഏത് മരുന്നാ വാങ്ങേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പൊ അവൻ ഈ മരുന്ന് വാങ്ങാനായിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല, അവൾ ഹീൽസ് ഇട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവളുടെ കാലിന്റെ ബാക്ക് ഭാഗം മുറിഞ്ഞിട്ടുണ്ട്. അതിന് മരുന്ന് വെക്കാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അവൾ അവിടെ ഇരുത്തിയിട്ട് അവളുടെ കാലിൽ മുറിവ് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. അതിന് മരുന്ന് വെച്ച് വിടുകയാണ്. അത് കാണുമ്പോൾ അവൾക്ക് ഒരുപാട് ക്രഷ് അടിക്കും. അവനോടുള്ള ആ ഇഷ്ടം കൂടി വരികയാണ്. പതിയെ അവൾ എണീറ്റിട്ട് അവനെ കെട്ടിപ്പിടിക്കും. എന്തൊക്കെ വന്നാലും നിന്നെ എനിക്ക് നഷ്ടപ്പെടാനായിട്ട് പാടില്ല, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചാങ്സ് പറയും, എനിക്ക് നിന്റെ ചിരി മാത്രം മതി, അത് കാണുമ്പോഴെല്ലാം എനിക്ക് ഒരുപാട് സന്തോഷമാണെന്ന്. രണ്ടുപേരും നല്ല ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഒരു പതിയെ ഉമ്മ വയ്ക്കാനായിട്ട് തുടങ്ങും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു അട്രാക്ഷന്റെ പുറത്തുള്ള ഉമ്മ വെപ്പൊന്നുമല്ല, ഇപ്പൊ മനസ്സറിഞ്ഞ് സ്നേഹത്തോടു കൂടി കൊടുക്കുന്നതാണ്. രണ്ടുപേരും നല്ല രീതിയിൽ ഉമ്മ വയ്ക്കുന്നുണ്ട്. ഇതിനുശേഷം ചാങ്സു ആണെങ്കിൽ പതിയെ വീട്ടിലോട്ട് തിരിഞ്ഞ് നടന്നു പോവാണ്. ആറേനെ കൊണ്ടാക്കിയതിനു ശേഷം അത് അവളോട് ചാറ്റ് ചെയ്തിട്ടാണ് നടന്നു പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരു പോസ്റ്റ് ഉണ്ട്, അതിനകത്ത് നിന്ന് തലയിടിക്കുന്ന സമയത്താണ് അവനൊരു കാര്യം ആലോചിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇത്രയും നാളായിട്ട് അവളുടെ അടുത്ത് പോയിട്ട് അവൻ സ്പ്രേ ഉപയോഗിച്ചിട്ടില്ല. അതിനർത്ഥം അവൾക്ക് അവനെ യഥാർത്ഥത്തിൽ ഇഷ്ടമാണ്. ആ സ്പ്രേയിന്റെ ബലത്തിലല്ല അവൾക്ക് അവനോടുള്ള ഇഷ്ടം. ഇത് മനസ്സിലാക്കിയിട്ട് അവൻ ആകെ തുള്ളിച്ചാടി സന്തോഷപ്പെട്ട് അവിടെ നിന്ന് പോകും. പിറ്റേ ദിവസം കമ്പനിയിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ അവൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അവർ എഫോർട്ട് കണ്ടോ, ചെറിയ കാര്യങ്ങളൊക്കെ മതി, ആ ഒരു ബന്ധം നിലനിന്ന് പൊയ്ക്കോളാം. അങ്ങനെ അവൻ എഫോർട്ട് എടുക്കുന്നുണ്ട്. ആ നേരം അവിടെ ഒരു കാർ വാങ്ങാനായിട്ട് ആള് വന്നിട്ടുണ്ട്. അയാൾ മറ്റാരുമല്ല, ആറയുടെ എക്സ് ആണ്. അവൻ വന്നിട്ട് ഈ സന്തോഷപ്പെട്ട് നിൽക്കുന്ന ഹീറോനോട്, അതായത് ചാങ്സുവിനോട് പറയും, നിനക്കറിയാമോ ആ സ്പ്രേ എങ്ങനെയുണ്ട്, ആ സ്പ്രേ ഉണ്ടാക്കിയത് ഞാനാന്ന് പറഞ്ഞിട്ട് എക്സ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇത് കേട്ടതോടെ ചാങ്സുവിന്റെ സമാധാനം ആകെ നഷ്ടപ്പെട്ടു പോയി. ആ ഒരു സ്പ്രേയുടെ കാര്യം ഈ എക്സിന് അറിയാം. ഇനിയിപ്പോ ഈ എക്സ് ചെന്ന് ആറയോട് പറഞ്ഞു കൊടുത്താലോ ആ ഒരു പേടി
പേടിയൊക്കെ ചാങ്സുനുണ്ട്. അങ്ങനെ ചാങ്സു ആണെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ക്യൂ നിൽക്കും, ഒരു റെസ്റ്റോറന്റിൽ ആറയായിട്ട് ഫുഡ് കഴിക്കാനായിട്ട്. എന്നാൽ ആ സമയം അങ്ങോട്ട് ആറ വരും. ഈ ഹോട്ടൽ കൊള്ളത്തിലാണ്, നമുക്ക് വേറെ സ്ഥലത്ത് പോകാന്ന് പറഞ്ഞിട്ട് എവനെ വിളിച്ച് വേറൊരു സ്ഥലത്ത് പോകും. അവന്റെ മുഖത്ത് ചെറിയൊരു വിഷമം പോലെയുണ്ട്. അവൾക്കത് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. അവൾ അവനെ വിളിച്ച് ഹോട്ടലിൽ പോയിരുന്ന് കഴിക്കുകയാണ്. എന്താ പ്രശ്നം, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നില്ല. അങ്ങനെ ആറയ്ക്ക് വിഷമാവാതിരിക്കാനായിട്ട് അവൻ ചിരിച്ച് കളിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ക്യാമ്പിന് പോകാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട്. ആറയുടെ ബർത്ത്ഡേ വരാൻ പോവാണ്. അപ്പൊ അവളുടെ കൂടെ ക്യാമ്പിന് 2 ദിവസം പോകാനായിട്ട്. ഇവരിങ്ങനെ സന്തോഷപ്പെട്ട് വർത്തമാനങ്ങളൊക്കെ പറയുന്നത് എക്സ് ദൂരെ മാറി നിന്ന് കാണുന്നുണ്ട്. അവന് സഹിക്കുന്നില്ല ആറയായിട്ട് അവൻ മിണ്ടുന്നതും അല്ലെങ്കിൽ സ്നേഹം പങ്കുവയ്ക്കുന്നതൊന്നും അവന് സഹിക്കുന്നില്ല. അവൻ ഇതൊക്കെ കണ്ട് എരിഞ്ഞു നിൽക്കുകയാണ് അവളെ. പിറ്റേ ദിവസം തന്നെ ആറയും അതുപോലെ തന്നെ ചാങ്സും കൂടെ ക്യാമ്പിങ്ങിന് വന്നിട്ടുണ്ട്. കൂടെ തന്നെ കൂട്ടുകാരനും വന്നിട്ടുണ്ട്. ഇവരെല്ലാം നല്ല ഹാപ്പിയിലാണ്. അതുപോലെ കുക്കിംഗ് ചെയ്യുന്ന കൂട്ടുകാരൻ ചാങ്സുനോട് സോസ് എടുത്തുകൊണ്ട് വരാനായിട്ട് പറയും. അതുകൊണ്ട് അവിടെ ഒരു ബാഗ് ഉണ്ട്, അതിനകത്ത് പോയി സോസ് തപ്പുമ്പോൾ ചാങ്സുനാണെങ്കിൽ ഒരു സ്പ്രേ കുപ്പിയാണ് കിട്ടുന്നത്. ആ സ്പ്രേ കുപ്പി കാണുമ്പോൾ അവന്റെ കിളി ആകെ പാറുകയാണ്. അതുപോലെ തന്നെ അവിടെ കൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുന്നുണ്ട്. ആ മനുഷ്യനെ കാണുമ്പോൾ എക്സൈറ്റൊക്കെ തോന്നുന്നുണ്ട്. അവൻ പേടിച്ചിട്ട് അങ്ങനെയൊക്കെ കണ്ടെയാണ്. ഇതിനുശേഷം രാത്രിയാകുമ്പോൾ എല്ലാവരും കൂടെ വട്ടത്തിൽ കൂടിയിരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കും. അതിന്റെ ഇടയിൽ ചാങ്സ് ടെൻഷനായിട്ട് അവളോട് ചോദിക്കും, നമുക്കൊന്ന് നടന്ന് സംസാരിച്ചാലോ എന്ന്. അങ്ങനെ ആറേനെയും വിളിച്ച് ചാങ്സ് അവിടെ നിന്ന് പോവാണ്. ഇവര് പോയ ഉടനെ കൂട്ടുകാരെയും നോക്കുമ്പോൾ ഒരു കപ്പിൾസ് അവിടെ ഇരുന്ന് ഉമ്മ വയ്ക്കുന്നു. ഉമ്മ വെച്ച് കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോവാണ്. ഇതൊക്കെ കാണുമ്പോൾ കൂട്ടുകാരിക്ക് ആശ. അവൾ അവന്റെ തോളത്ത് ചാരി കിടക്കും. അവൻ അവളുടെ ഫീലിങ്സ് വകവയ്ക്കാതെ പതിയെ ഒരു പൂവെടുത്ത് കൊടുക്കുകയാണ്. അവൾക്കിപ്പോ അതല്ല ആവശ്യം. അവൻ പതിയെ, അതായത് കൂട്ടുകാരിയോട് പതിയെ ചോദിക്കും, നീ എന്റെ ഗേൾ ഫ്രണ്ട് ആവോ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. ഇത് കേൾക്കുമ്പോൾ കൂട്ടുകാരിക്ക് ദേഷ്യമാവും. കാരണം ഇത്രയും നാള് അവന്റെ ഗേൾ ഫ്രണ്ട് അല്ലായിരുന്നു അവള്. പിന്നെ എന്ത് കണ്ടിട്ടാണ് അവൾ ഉമ്മ വെച്ചതും അവര് സമയം പങ്കിട്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇവനിട്ട് അടിക്കാനായിട്ട് തുടങ്ങും. ഇതുവരെ ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ട് അല്ലായിരുന്നോ എന്ന് ചോദിച്ചിട്ട്. എന്തായാലും അവളെ സമാധാനപ്പെടുത്തി അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. നിനക്കൊരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇനി പോയി അവനെ തല്ലിക്കൊല്ലും. ഇപ്പൊ ആറേനെയും അതുപോലെ തന്നെ ചാങ്സിനെയും കാണിക്കുകയാണെങ്കിൽ ചാങ്സ് അവൾക്ക് ഒരു മാല എടുത്ത് കൊടുക്കുന്നുണ്ട്. അവൾക്ക് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷവും. അതുപോലെ അവന്റെ ഫോണിലോട്ട് ഈ സമയം ഒരു കോള് വരും, പക്ഷെ അവ എടുക്കത്തില്ല. എന്നാൽ ആറയ്ക്ക് സംശയമൊന്നുമില്ല, രണ്ടുപേരും നല്ല ഹാപ്പിയിലാണ്. ആറയുടെ ഏറ്റവും നല്ല സന്തോഷമുള്ള ബർത്ത്ഡേ ആയിരുന്നു. അതൊക്കെ സംസാരിച്ച് അങ്ങനെ തോളത്ത് ചാരി കിടക്കാണ്. പക്ഷെ ഈ സമയമെല്ലാം ചാങ്സുവിന്റെ മുഖത്ത് ആ ഒരു ടെൻഷൻ ഉണ്ട്, എന്താവും അറിയത്തില്ല. ഇനിയിപ്പോ ആറേനെ നഷ്ടപ്പെട്ടു പോയാലോ. പക്ഷേ ഇത് ഒറിജിനൽ ആയിട്ടുള്ള സ്നേഹമാണ്, ഒരിക്കലും ആ ഒരു അട്രാക്ഷന്റെ പുറത്തുണ്ടായ സ്നേഹമല്ല. ആ ഒരു സ്പ്രേക്ക് അട്രാക്ഷൻ മാത്രമേ കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ അവർ മനസ്സറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നല്ല രീതിയിൽ പ്രണയത്തിലായിട്ടുണ്ട്. ഒരിക്കലും ഇത് അട്രാക്ഷൻ അല്ല. അന്ന് രാത്രി ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ചാങ്സ് തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ അവനെ കാണാനായിട്ട് ആ ഒരു എക്സ് വന്നിട്ടുണ്ട്. എക്സ് വന്നിട്ട് അവനോട് പറയും, സത്യം പറഞ്ഞാൽ നിനക്ക് അവളെ ഇഷ്ടമല്ല, അവൾക്ക് നിന്നെ ഇഷ്ടമല്ല. കാരണം ഇതെല്ലാം ഞാൻ സൃഷ്ടിച്ച വെറും ഇല്യൂഷൻ മാത്രമാണ്. ആ ഒരു സ്പ്രേയുടെ ബലത്തിലാണ് അവൾ നിന്നെ ഇഷ്ടപ്പെടുന്നത്. ഇതെല്ലാം നീ അവളോട് തുറന്നു പറയണമെന്ന് പറഞ്ഞിട്ട് എക്സ് പോവും. പക്ഷെ അവൻ കേൾക്കില്ല. അവന് പേടിയാവാണ്, എന്തൊക്കെയോ പേടിക്കുന്നത് പോലെ. അവൾ ഇതറിഞ്ഞാല് അവനെ കളഞ്ഞിട്ട് പോയാലോ, അറിയില്ല. ആ പേടിയിലാണ് അവൻ. എന്നാൽ അവൻ 2 തവണ ആ സ്പ്രേ ഉപയോഗിച്ചിട്ടുള്ളൂ, പിന്നീട് ഉപയോഗിച്ചിട്ടില്ല. പിറ്റേ ദിവസം ആറ ജോലിക്ക് ഇരിക്കുമ്പോൾ പതിയെ മാറിപ്പോവാണ് എല്ലാവരുടെ അടുത്തുനിന്ന്. എന്നിട്ട് അവൾ അവളുടെ ഡെസ്കിന്റെ അടുത്ത് വരുമ്പോൾ അവിടെ തന്നെ അവൾക്ക് വേണ്ടി ഒരു സ്പ്രേ ഗിഫ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതെടുത്ത് നോക്കുമ്പോൾ അവൾ എന്താ വിചാരിക്കുന്നത്, ചാൻസ് കൊടുത്തെന്നാണ്. അറിയില്ല അത് ആരാണോ കൊടുത്തതെന്ന്. അപ്പോഴായിരിക്കും അവളുടെ ഫോണിലോട്ട് കോള് വരുന്നത്. എന്നാൽ അവൾ അറിയുന്നില്ല, അത് സൈലന്റ് ആണ്. അവൾ ജോലി ആവശ്യത്തിനായിട്ട് അവിടെ നിന്ന് മാറിപ്പോവും. ചാങ്സു ഈ നേരം എല്ലാം ടെൻഷൻ അടിച്ച് അവളെ വിളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ അവള് ഫോൺ എടുക്കുന്നില്ല. കുറെ നേരം കഴിയുമ്പോൾ ചാങ്സു ഫോൺ വിളിക്കും. എന്നാൽ അവൾ എടുക്കുന്നുണ്ട്. എടുക്കുമ്പോൾ അവള് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അവൾ അവനോട് പറയും, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നീ തന്ന സ്പ്രേന്ന്. എന്നാൽ അവൻ അങ്ങനെ ഒരു സ്പ്രേ കൊടുത്തിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ അവന് ടെൻഷൻ ആവുകയാണ്. ആ നേരം അങ്ങോട്ട് എക്സ് കൂടെ വന്നിട്ട് അവളുമായിട്ട് സംസാരിക്കും. അവള് ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. പക്ഷെ ചാങ്സു ഫോൺ കട്ട് ചെയ്യല്ലേ, വെക്കല്ലേ, അത് ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചാങ്സുന് മനസ്സിലായത് എക്സ് ആണെന്ന്. അവൻ വിട്ടുകൊടുക്കത്തില്ല. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടുകയാണ്. ഇപ്പൊ എക്സ് വന്നിട്ട് അവളോട് പറയും, എങ്ങനെയുണ്ട് സ്പ്രേ, ഞാൻ തന്ന സ്പ്രേ ആണ്. ഇതുപോലാണ് അവൻ നിന്നെ വളച്ചത്. ആ ഒരു സ്പ്രേയുടെ ബലത്തിലാണ് നിന്നെ അവൻ വളച്ചത്, അല്ലാതെ നിനക്ക് അവനോട് സ്നേഹമൊന്നും ഇല്ലാന്ന്. ഇല്ലെങ്കിൽ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അവനോട് തന്നെ ചോദിച്ചു എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇതൊക്കെ ഓരോ തമാശയായിട്ട് എടുക്കുകയാണ്. ഒരു സ്പ്രേ വെച്ച് ഒരാളെ വളയ്ക്കാനൊക്കെ പറ്റുമോ, ഒരാളോട് ഇഷ്ടം തോന്നിക്കാനായിട്ട് കഴിയോ, ഇല്ല. അവൾ അങ്ങനെ മാറിപ്പോവാണ് അവന് ഭ്രാന്താന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവൻ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് അവളോട് പറയും, നീ അവനോട് തന്നെ ചോദിച്ചു നോക്ക്, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ്. അവൻ നിന്നെ സ്പ്രേ ഉപയോഗിച്ചിട്ടാണ് വളച്ചത്. ഇല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നീ ആലോചിച്ച് നോക്ക്, അവന്റെ പിന്നാലെ കുറെ അധികം പെൺകുട്ടികളില്ലായിരുന്നോ, ആ സ്പ്രേ എല്ലാം കണ്ടുപിടിച്ചത് ഞാനാണ്. ഇതെല്ലാം പറയുമ്പോൾ അവളുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അവൾക്ക് ഒരുപാട് വിഷമമാണ്. ഇപ്പൊ അവൾക്ക് വിശ്വാസം വന്നിട്ടുണ്ട്. നീ പോടാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് മാറിപ്പോവാണ്. കുറച്ചൊക്കെ വിശ്വാസമുണ്ട്, കുറച്ചൊക്കെ വിശ്വാസമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവളിപ്പോ. എന്താണെന്നറിയാതെ പുറത്തോട്ട് ഇറങ്ങി വന്ന് ടാക്സി വിളിച്ച് അവിടെ നിന്ന് പോവാണ്. കുറച്ച് കഴിയുമ്പോഴായിരിക്കും ചാങ്സും അങ്ങോട്ട് വരുന്നത്. അവൻ വന്ന് അവളുടെ കമ്പനിയിലെ ഡോറിൽ കൊട്ടി നോക്കുമ്പോൾ അതൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ട്. അതിനർത്ഥം അവള് പോയെന്നാണ്. അവള് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവൻ നിൽക്കുന്നത്. രാത്രി ആവുന്ന സമയത്ത് ആറ വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ പറ്റി ആലോചിച്ചിരിക്കും. അവൾക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് അവൾ അവനോട് അങ്ങനെ അട്രാക്ട് ആയത്, അങ്ങനെ പെരുമാറിയെന്നൊക്കെ. ഇനിയിപ്പോ അത് സ്നേഹമാണെങ്കിലോ അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിലോ അങ്ങനത്തെ ചിന്തയൊക്കെയാണ്. ഈ സമയം എല്ലാം അവൻ വിളിക്കുന്നുണ്ട്, എന്നാൽ അവൾ ഫോൺ എടുക്കുന്നില്ല, എല്ലാം കട്ട് ചെയ്യാണ്. അതുപോലെ പിറ്റേ ദിവസം അങ്ങനെ തന്നെ കമ്പനിയിൽ ഇരിക്കുമ്പോഴെന്ന്
നിന്നും അവള് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ചാങ്സു ആണെങ്കിൽ ആകെ വിഷമിച്ചെല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അവിടെ തന്നെ ആറ കാത്തു നിൽപ്പുണ്ട്. അവന് കഴിക്കാനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവൾ ഇപ്പൊ പിണക്കത്തിലൊന്നുമല്ല. രണ്ടുപേരും കൂടെ വീടിന്റെ അകത്ത് പോയി കഴിക്കാനായിട്ട് തുടങ്ങും. വീടൊക്കെ അലങ്കോലമാണ്. അവള് നേരത്തെ പറയാതെ വന്നില്ലേ, അതുകൊണ്ടൊന്നും വൃത്തിയാക്കിയിട്ടില്ല. ഈ കഴിക്കുന്നതിന്റെ ഇടയിൽ തന്നെ അവള് ചോദിക്കും, എന്റെ നിന്റെ ഇടയിലുള്ള സ്നേഹം ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന്. ഡ്യൂപ്ലിക്കേറ്റ് മീൻസ് അത് അവരുടെ തോന്നൽ മാത്രമാണോ എന്ന്. അവന് മനസ്സിലായി അവൾ ആ സ്പ്രേയുടെ കാര്യം അറിഞ്ഞിട്ടുണ്ടെന്ന്. അവൻ പതിയെ പതിയെ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് അവളോട് പറയും, നിനക്കറിയാലോ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. ആ സ്പ്രേ ഞാൻ പിന്നീട് ഉപയോഗിച്ചിട്ടില്ല, ഏകദേശം 2 തവണ ഉപയോഗിച്ചിട്ടുള്ളൂ, നീ അങ്ങനെ വിചാരിക്കില്ലേ എന്ന് പറയുമ്പോൾ അവൾ ആകെ ദേഷ്യപ്പെട്ട് അവിടെ എണീറ്റ് പോകാനായിട്ട് നിൽക്കും. പക്ഷെ അവളുടെ കൈ പിടിച്ചിട്ട് അവൻ പറയുകയാണ്, ഒരിക്കലും നമ്മളുടെ ഇടയിൽ ഉണ്ടായത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഫീലിംഗ് അല്ല, അത് ഒറിജിനൽ ആണ്. പിന്നെ ഞാൻ ഇത് നിന്നോട് പറയാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, നിന്നെ നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടി കാരണമാണ്. ഇതെല്ലാം പറയുമ്പോൾ അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. കട്ട് ചെയ്താൽ ആ ഒരു മുത്തപ്പനെയും അതുപോലെ തന്നെ മുത്തശ്ശിയും കാണിക്കുകയാണ്. ഈ മുത്തശ്ശനാണ് ഈ മരുന്ന് കണ്ടുപിടിക്കുന്നത്. ഈ മരുന്ന് ഉപയോഗിച്ചാൽ എന്താണെന്നറിയാമോ, നമ്മുടെ ഫസ്റ്റ് ലവിന് നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കുന്ന ആളായിട്ട് തോന്നും, അങ്ങനെ അവരുമായിട്ട് പ്രണയത്തിലാവും. ഇതാണ് സംഭവം. പക്ഷേ ഈ മുത്തശ്ശിക്ക് അൽഷിമേഴ്സ് ആണ്. ഈ മുത്തപ്പനെയൊക്കെ മറന്നു പോയിട്ടുണ്ട്, ഇനി മനസ്സിലാവത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി കാര്യമില്ല ആ മരുന്ന് കണ്ടുപിടിച്ചിട്ടും. അതുപോലെ തന്നെ കുറെ ആൾക്കാർ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പൊ ചാങ്സും അതുപോലെ തന്നെ ആ പെൺകുട്ടിയും ബുദ്ധിമുട്ടുന്നില്ലേ, അതൊക്കെ കൊണ്ട് ഈ ചെയർമാൻ ഈ ഒരു എക്സ്പെരിമെന്റ് നിർത്തി വെക്കാനായിട്ട് പറയും. ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു സയന്റിസ്റ്റിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം മുത്തശ്ശിയോട് ഇയാൾ സംസാരിക്കും. പക്ഷെ മുത്തശ്ശിക്ക് ഇയാളെ ഓർമ്മയില്ല, അൽഷിമേഴ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാം മറന്നുപോയി. ഈ മുത്തശ്ശിക്ക് ഇയാളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്, ആ ഒരു മറവി രോഗം മാറി ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്പ്രേ ഉപയോഗിച്ചത്. പക്ഷെ അത് കറക്റ്റായിട്ട് എക്സ്പെരിമെന്റ് ആയില്ലല്ലോ, അതുകൊണ്ട് തന്നെ വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ ആറയാണെങ്കിൽ അവനുമായിട്ട് വഴക്കിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഒരു ടാക്സി വിളിച്ചു പോകും. എന്നാൽ ചാങ്സ് വിടില്ല. വേറൊരു ടാക്സി വിളിച്ച് അവളുടെ പിന്നാലെ ഫോളോ ചെയ്തു പോവാണ്. ഇവള് നേരെ ചെല്ലുന്നത് എക്സ് പറഞ്ഞതുപോലെ തന്നെ ഒരു ബിൽഡിങ്ങിലാണ് അവനെ വിളിച്ചിട്ട്. അങ്ങനെ അവളുടെ പിന്നാലെ തന്നെ ചാങ്സും ഉണ്ട്. എന്നാൽ ചാങ്സ് ഫോളോ ചെയ്തു വരുന്ന കാര്യമൊന്നും അവൾക്ക് അറിയത്തില്ല. എന്തായാലും എക്സിന്റെ റൂമിൽ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഇവരുടെ രണ്ടുപേരെയും പ്രൈവറ്റ് മൊമെന്റ് ഒക്കെയാണ് കാണുന്നത്. ഇവരത്ര സ്നേഹം പങ്കിട്ട നിമിഷങ്ങളൊക്കെയാണ് അവിടെ സ്ക്രീനിൽ കാണിച്ചേക്കുന്നത്. ഇതൊന്നും ആറയ്ക്ക് കണ്ടു നിൽക്കാനായിട്ട് പറ്റത്തില്ല. എക്സിനോട് ചോദിക്കും, നീ എന്താടാ ഞങ്ങളെ സ്പൈ ചെയ്യണോ, എന്താടാ ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ തമ്മിൽ ഒന്നുമില്ല, ഇതെല്ലാം ഞാൻ നിങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ചതാണ്. ഞാൻ കെട്ടിയ മായാലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഞാൻ വിചാരിച്ചത് കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായത്. ഇതെല്ലാം കൂടെ പറയുമ്പോൾ ചാങ്സൂടെ അകത്തോട്ട് കയറി വരുന്നുണ്ട്. ചാങ്സുന്റെ കയ്യിൽ തന്നെ ഒരു സ്പ്രേ കുപ്പിയുണ്ട്. ഇവന് നല്ല ദേഷ്യം വരികയാണ്. ആ ഒരു സ്പ്രേ കുപ്പി എടുത്ത് തറയിലോട്ട് എറിഞ്ഞു പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എക്സ് സമ്മതിക്കത്തില്ല. അത് തട്ടി മാറ്റിയിട്ട് ചാങ്സുനെ അടിച്ച് തറയിലിടും. എന്നിട്ട് ആ സ്പ്രേ കുപ്പി കൈക്കലാക്കാണ്. ഇവൻ ആ മുത്തപ്പന്റെ കമ്പനിയിൽ, അതായത് എക്സ് മുത്തപ്പന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ അവന് വലിയ അധികാരമൊന്നുമില്ല. അവൻ ഈ മരുന്ന് അടിച്ചു മാറ്റാനായിട്ട് നോക്കുന്നതാണ്. ഇപ്പൊ ചാങ്സുനെ അടിച്ചിട്ടല്ലോ, ചാങ്സുന്റെ ആ സ്പ്രേ കുപ്പി കൈക്കലാക്കിയിട്ട് അതെടുത്ത് ആറയുടെ മുമ്പിൽ വെച്ച് അടിയും. ആറൊക്കെ ആ മണം അടിയുമ്പോൾ ഈ എക്സിന് ചാങ്സുനെ കണക്ക് അവൾക്ക് തോന്നുകയാണ്. കാരണം ആറയുടെ ഫസ്റ്റ് ലവ് മറ്റാരുമല്ല, അവൾ യഥാർത്ഥത്തിൽ പ്രണയിച്ചത് ചാങ്സുനെയാണ്. ഒരിക്കലും ആ ഒരു സ്പ്രേയുടെ ബലത്തിലല്ല പ്രണയിച്ചത്. എക്സിനെ പ്രണയിച്ചിട്ട് ഫസ്റ്റ് ലവ് ആയില്ലല്ലോ. അവനെ അവൾക്ക് വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു, കാരണം അവന്റെ സ്വഭാവം അത്ര ശരിയല്ല. ഇത് കണക്കൊരു സൈക്കോയാണ്. ഇപ്പൊ 2 ചാങ്സുമായിട്ടൊക്കെ അവൾക്ക് തോന്നുന്നുണ്ട്. എന്നാൽ ഇപ്പൊ ചാങ്സ് വന്നിട്ട് എക്സിനെ അടിച്ചിടും. അതുപോലെ തന്നെ ആ ഒരു സ്പ്രേ കുപ്പി തറയിലോട്ട് തെറിച്ചു പോയിട്ടുണ്ട്. ആറ ആ ഒരു സ്പ്രേ കുപ്പി എടുത്ത് തറയിലോട്ട് എറിഞ്ഞങ്ങ് പൊട്ടിക്കാണ്. അത് എറിഞ്ഞു പൊട്ടിച്ചതോടെ ഈ സൈക്കോയ്ക്ക്, അതായത് എക്സിന് പ്രാന്തെടുത്തതുപോലെ അവിടെ കിടന്ന് നിലവിളിക്കും. ഇതായിരുന്നു അവസാനത്തെ സ്പ്രേ, ഇനി ഇത് എക്സ്പെരിമെന്റ് ചെയ്യത്തില്ല, അത് നിർത്തിക്കളഞ്ഞു ആ ഒരു മുത്തപ്പൻ. അതുകൊണ്ട് തന്നെ ആ ദേഷ്യത്തിൽ അവിടെ കടന്ന് അങ്ങനെ വിളിച്ചു കൂവാണ്. പക്ഷേ ആറ അവിടെ നിന്ന് ഇറങ്ങി പോകും. പിന്നാലെ തന്നെ ചാങ്സും ഇറങ്ങി ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവളെ പിടിച്ചു നിർത്താനായിട്ട് നോക്കും. അവളോട് പറയും, നീ വിചാരിക്കുന്ന കണക്കല്ല കാര്യങ്ങള്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ നിന്നോട് കാണിച്ച ഓരോ ഫീലിങ്സും സത്യമായിരുന്നു, അല്ലാതെ ഞാൻ വേണ്ടാത്ത പോലെ ഒന്നും കാണിച്ചിട്ടില്ല. എന്നാൽ അവള് ചോദിക്കും, എല്ലാം സത്യമായിരുന്നോ? പക്ഷെ എനിക്ക് നിന്നോടുള്ളതൊന്നും സത്യമല്ല, അതെല്ലാം ആ സ്പ്രേയുടെ ബലത്തിലാന്ന് പറഞ്ഞ് അവള് വിഷമിച്ച് അവിടെ നിന്ന് മാറി നടന്നു പോവാണ്. പക്ഷെ ഇതൊന്നും ആ ഒരു സ്പ്രേയുടെ ബലത്തിൽ വന്നതല്ല. പകരം അവള് മനസ്സറിഞ്ഞ് അവനോട് സംസാരിച്ചുണ്ടാക്കിയെടുത്ത ഇഷ്ടമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അത് മനസ്സിലാക്കാതെയാണ് അവള് വഴക്കിട്ട് അവിടെ നിന്ന് മാറിപ്പോയത്. ആറയ്ക്ക് നല്ല സങ്കടമായിട്ടുണ്ടായിരുന്നു. അവള് കരഞ്ഞ് എന്താ പറയാ, വിശ്വാസം വഞ്ചിക്കപ്പെട്ടതുപോലെയാണ് നടന്നുപോയത്. അതുപോലെ ചാങ്സുന്റെ മുഖത്തെല്ലാം മുറിവ് പറ്റിയിട്ടുണ്ട്. ആ എക്സ് അടിച്ചതാണ് എല്ലാം. അങ്ങനെ ആറയാണെങ്കിൽ ആകെ വീട്ടിൽ വന്ന് വിഷമിച്ചിരുന്ന് കരയാണ്. ഓരോ കാര്യങ്ങളും അവനുമായിട്ട് സമയം പങ്കിട്ട ഓരോ നിമിഷങ്ങളും ആലോചിച്ചിരുന്ന് കരയുന്നുണ്ട്. അതുപോലെ ചാങ്സ് മഴയൊക്കെ നനച്ച് ആ സ്റ്റെപ്പിൽ വന്നിരുന്ന് കരയാണ് ആറയുടെ ഫ്ലാറ്റിന്റെ പുറത്ത്. അവനെ കൊണ്ട് ഒരിക്കലും അത് അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. അവൻ എത്ര ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായിരുന്നു. അവൻ അവളോട് മോശമായിട്ട് ആ സ്പ്രേ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ആദ്യത്തെ 2 തവണ ചുമ്മാ ടെസ്റ്റിന് ഉപയോഗിച്ചാണ്, എന്നിട്ട് അതെടുത്ത് കളഞ്ഞില്ലേ, അവനത് ആവശ്യമില്ലായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം അനീത്തിയുടെ സിംഗിങ് കോമ്പറ്റീഷൻ വരികയാണ്. അവൾ അവിടെ നിന്ന് കുറെ ആൾക്കാരുടെ മുമ്പിൽ പാട്ട് പാടുന്നുണ്ട്. അങ്ങോട്ട് ആറ വന്ന് നോക്കി നിൽക്കുമ്പോൾ അമ്മ അവിടെ ഇരിപ്പുണ്ട്. ആറേനെ അമ്മ വിളിച്ചൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ എല്ലാവരും പാട്ട് പാടുന്നുണ്ട്. അനീതിക്ക് ആറേനെ കണ്ടപ്പോൾ ഒരുപാട് മോട്ടിവേഷൻ കിട്ടുകയാണ്. പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ട് ആറേനെ വിളിച്ചിട്ട് അനീതി അമ്മയും കൂടെ പോകാനായിട്ട് നിൽക്കും. ആറ പറയും, നമുക്ക് പുറത്ത് പോയി കഴിച്ചാലോ എന്ന്, നിന്റെ ചെലവാണെങ്കിൽ ഞങ്ങളും വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അനീതി അവിടെ നിന്ന് പോകും. ആറ പതിയെ പതിയെ പിന്നാലെ നടക്കുമ്പോൾ അവൾക്കൊരു കാര്യം ഓർമ്മ വരും. ഇതുപോലെ തന്നെ
തന്നെ ചാങ്സും അതുപോലെ തന്നെ ആറയും ഇവിടെ വന്നിരുന്ന് ഫോണൊക്കെ നോക്കി ഒരുപാട് സമയം പങ്കിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓർത്തിട്ട് അവൾക്ക് വിഷമം വരികയാണ്. ഇപ്പൊ ഇതൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ അമ്മയും അനിയത്തി അവളെ വിളിക്കും, വാ പോവാന്ന് പറഞ്ഞിട്ട്. കട്ട് ചെയ്താൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ചാങ്സിന്റെ ലുക്കൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അവൻ കമ്പനിയിൽ ഇപ്പൊ വലിയ ആളായി മാറിയിട്ടുണ്ട്. അവൻ മാസത്തിൽ കുറെ അധികം കാറൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ഒരു പ്രാന്തനാന്ന് കരുതിയില്ലേ, അയാൾ പൈസ ഒക്കെ ഉണ്ടാക്കി പുതിയ കാർ വാങ്ങാനായിട്ട് വന്നിരിക്കുകയാണ്. അത് വിറ്റഴിച്ചു കൊടുക്കുന്നത് മറ്റാരുമല്ല, ചാങ്സും ആണ്. എല്ലാ പ്രാവശ്യം കമ്പനിയിൽ വരുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ മോശമായിട്ട് പെരുമാറുമ്പോൾ ചാങ്സ് മാത്രമാണ് അയാളോട് നല്ല രീതിയിൽ പെരുമാറാറ്. അപ്പോൾ ചാങ്സിന്റെ തന്നെ സെയിൽസ് എടുക്കുന്നുണ്ട്, ചാങ്സുവിന് കമ്മീഷനും കിട്ടുന്നുണ്ട്. പിന്നെ മാനേജറിന്റെ ക്രഷ് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. ചാങ്സുവിന് ഇപ്പോഴും ഒരുപാട് ഇഷ്ടമാണ്. അവനെ കണ്ടു പടിയടാന്ന് കൂട്ടുകാരനോട് പറയും. കാരണം ചാങ്സ് ഒരുപാട് കാറൊക്കെ വിറ്റഴിക്കുന്നില്ലേ. പിറ്റേ ദിവസം ചാങ്സ് വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാനായിട്ട് കാർ എടുക്കാനായിട്ട് വരും. ഇപ്പൊ അവൻ റിച്ച് ആയിട്ടുണ്ട്, കുറെ അധികം കാറൊക്കെ വിൽക്കുന്നില്ലേ. എന്നാൽ ഇന്നേ ദിവസം അവൻ കാർ എടുക്കുന്നില്ല, പകരം നടന്നു പോവാന്ന് തീരുമാനിക്കും, ബസ്സിൽ പോവാന്ന്. അപ്പൊ ആരെയും കാണാനായിട്ട് കഴിയുമല്ലോ. അങ്ങനെ പോവാൻ നേരത്ത് മറ്റേ ആ ഒരു മിഠായി മോഷ്ടിച്ച കുട്ടിയില്ലായിരുന്നോ, അന്ന് കടയിൽ നിന്ന് എന്തൊക്കെയോ മോഷ്ടിച്ച ഒരു കുട്ടി. ആ കുട്ടി ഇപ്പൊ ആ കടയിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ ആ പയ്യൻ ഒരു ഗ്രീറ്റിംഗ്സ് കൊടുത്തിട്ടാണ് അവൻ മാറിപ്പോകുന്നത്. പിന്നെ അവൻ സഹായിക്കുന്ന ഒരു മുത്തശ്ശിയില്ലേ, ആ മുത്തശ്ശി ഇപ്പൊ വലിയൊരു മോട്ടോർ വണ്ടി എടുത്തിട്ടുണ്ട്, പെട്രോൾ അടിച്ചു വിടുന്ന ഒരു വണ്ടി. അതിനകത്താണ് പുള്ളിക്കാരി ആക്രിയൊക്കെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ മുത്തശ്ശിക്ക് ഒരു ടാറ്റയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ബസ്സിൽ കയറുമ്പോൾ ബസ്സിലുള്ള ഡ്രൈവറിന് ഒരു അത്ഭുതം. കാരണം ഇവനാണെങ്കിൽ ഒരുപാട് മാറിപ്പോയി, അവന്റെ ഹെയർ സ്റ്റൈൽ മാറിപ്പോയിട്ടുണ്ട്, എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ടൈമിങ്ങിന് വരുന്നുണ്ട്. അകത്ത് പോയിട്ട് ബസ്സിന്റെ അകത്ത് പോയിട്ട് ഇവൻ ആ ഒരു മുത്തശ്ശിക്ക് ഹായ് കൊടുക്കുകയാണ്. മുത്തശ്ശിക്ക് ആകെ അന്തം വിട്ട് അന്താളിച്ചു പോകും അവന്റെ മാറ്റം കണ്ടിട്ട്. അവന്റെ മുടിയൊക്കെ മാറിയിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട്. എന്തായാലും എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ചിട്ട് അവൻ ബസ്സിന്റെ അകത്ത് പോയി സീറ്റിലിരിക്കുകയാണ്. പഴയതുപോലെയൊന്നും അല്ല, ഇപ്പോൾ നല്ലൊരു വ്യക്തിയായി മാറിയിട്ടുണ്ട്. പണ്ട് നല്ല വ്യക്തിയായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു വ്യക്തിയായി മാറിയിട്ടുണ്ട്. അങ്ങനെ ആറയുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ അവള് വരണം, അവള് കാണണം എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അവൻ മനസ്സിൽ കരുതിയതുപോലെ തന്നെ അവൾ ആ ഒരു സ്റ്റോപ്പ് വഴി ബസ്സിന്റെ അകത്തോട്ട് കയറി വന്നിട്ടുണ്ട്. അവൾ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, നമ്മുടെ ചാങ്സുനെയാണ് കാണുന്നത്. ചാങ്സു ആരെയാണ് കാണുന്നത്, ആറേനെയാണ് കാണുന്നത്. ഇവർ രണ്ടുപേരും തമ്മി നോക്കുമ്പോൾ രണ്ടുപേർക്കും ചുറ്റുമുള്ള ആൾക്കാരെ കാണാനായിട്ട് കഴിയുന്നില്ല. ഇവർ രണ്ടുപേരും മാത്രം ഉള്ളതുപോലെ തന്നെ. ഇവർക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഇവര് തെറ്റിദ്ധാരണയുടെ പേരിൽ പിരിഞ്ഞു പോയതാണ്. ചാങ്സു പതി എണീറ്റ് അവളുടെ അടുത്ത് വരും, അവളോട് ഹായ് പറയാണ്. അവളും അതുപോലെ തന്നെ ഹായ് പറയുന്നുണ്ട്. പിന്നീട് ഇവര് തമ്മിൽ ഒന്നിക്കോ ഇല്ലയോ, ചിലപ്പോൾ ഒന്നിക്കുമായിരിക്കും. കാരണം ഇവര് തമ്മിൽ അത്ര ഇഷ്ടമാണ്, ഇവര് തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം കാണിക്കുന്നുണ്ട്. ഈ ചാങ്സു ആണെങ്കിൽ ആദ്യമായിട്ട് ജോലിക്ക് കയറിയ സമയത്ത് അവൻ എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു കമ്പനിയിൽ ചെല്ലാനായിട്ട്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരനോട് വിളിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് ബസ് സ്റ്റാൻഡിൽ വന്നത്. അപ്പൊ അവൻ അവിടെ വന്നപ്പോൾ എന്താ കാണുന്നത്, അവന്റെ കാലിൽ സോക്സ് തിരിച്ചാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ വെപ്രാളപ്പെട്ട് ഈ സോക്സ് ഒക്കെ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അന്നാണ് അവൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് കണ്ടപ്പോഴേ അവൾക്ക് ക്രഷ് അടിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും പുറത്ത് കാണിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ. ഒരിക്കലും ഇവരുടെ ഇടയിലുള്ള സ്നേഹം കപടം അല്ലായിരുന്നു, ഒറിജിനൽ ആയിരുന്നു. എന്നാൽ ആ ഒരു സ്പ്രേ കുറച്ചുകൂടെ അട്രാക്ഷൻ കൊടുത്തന്നേ ഉള്ളൂ. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പടം ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്, ഇഷ്ടപ്പെട്ടോ? ഡ്രാമ പോലെ ഇല്ലേ? ഇത് കണക്കത്തെ ഒരുപാട് മൂവീസ് ഉണ്ട്, ഞാൻ ഓരോന്നായിട്ട് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.